നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്ത് മരണപ്പെട്ട ഖബറിനോട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനുണ്ടെങ്കിൽ മറുപടി പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. പ്രഭാഷണം ആരെ കൊണ്ടും കഴിയാമല്ലോ. പ്രഭാഷണമല്ലല്ലോ, ചോദിച്ചതിനല്ലോ മറുപടി പറഞ്ഞത്. മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് പ്രഭാഷണമാണെന്ന് തോന്നിപ്പോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞത് ഇനി വിശദീകരിക്കുക. ഇസുദ്ദീൻ സഖാഫി പറഞ്ഞതൊന്ന് വിശദീകരിക്കുക. അതായത് റസൂലുള്ള സ്വഹാബത്തിന്റെ ഖബറുകളിൽ വന്ന് ആണ്ട് നടത്തിയോ എന്നാണ് ഈ ചോദ്യം. ആണ്ട് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ആണ്ട്, ഇവിടെ ഈ നാട്ടിൽ ഉറൂസ് എന്നാണ് പറയല്ലേ, ആണ്ട് എന്ന് പറയാം. ആണ്ട് കൊല്ലത്തിലൊരിക്കൽ ചെയ്യുന്ന പരിപാടിയാണ്. കൊല്ലത്തിലൊരിക്കൽ എല്ലാവരും കൂടി കൂടിയിട്ട് സിയാറത്ത് ചെയ്യും. അങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ ഒരുമിച്ച് കൂടും, ഖുർആൻ പാരായണം ചെയ്യും, ഭക്ഷണം വിതരണം. ഇതാണ് ഈ പറഞ്ഞ പരിപാടി. ഇതിനാണ് ആണ്ട് എന്ന് പറയാം. ഇത് ചെയ്തിട്ടുണ്ടോ എന്നതാണ് ഇയാൾ ചോദിച്ചത്. അതിനാണ് മറുപടി പറഞ്ഞത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂറു ഖുബൂറ ശുഹദാഇ ഉഹദിൻ അലാ റഅസി കുല്ലി സന. എല്ലാ വർഷം തികയുമ്പോഴും അല്ലാഹുവിന്റെ റസൂല് എന്തു ചെയ്യുന്നു? ഉഹദ് ശുഹദാക്കളുടെ ജാറത്തിങ്കലിൽ ഖബറിങ്കലിൽ വന്ന് അവിടെ സിയാറത്ത് ചെയ്തിരുന്നു. കൊല്ലത്തിലൊരിക്കൽ, ആണ്ടിൽ, ആകെ ആണ്ടിലൊരിക്കലുള്ളൂ എന്നല്ല, വർഷം തികയുമ്പോ ആ കൊല്ലം പൂർത്തിയാകണ അന്ന് റസൂലുള്ളാഹി ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം വകാന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ ഉമർ വ ഉസ്മാൻ യഫഅലൂനഹു ഇമാം റാസി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖിലും കാണാവുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം സിദ്ദീഖുൽ അക്ബർ ഇപ്രകാരം ആണ്ട് കഴിച്ചിരുന്നു, ഉമറുൽ ഫാറൂഖ് കഴിച്ചിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കഴിച്ചിരുന്നു. അവരൊക്കെ തന്നെയും ഇപ്രകാരം ചെയ്തവരാ. അതിനാണ് ആണ്ട് എന്ന് പറയുക. അതന്നെയാണ് നബി തങ്ങൾ കഴിച്ചിരുന്നത്. പിന്നെ ഇന്നീ ചെയ്യുന്നത് പോലെ കൊടി വെച്ചിരുന്നോ? കൊടി വെച്ചിരുന്നില്ല. കൊടി വെക്കുമ്പോഴപ്പോൾ ഈ തൗഹീദും ശിർക്കും വരുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല. കൊടി കുത്തുന്നതും കുത്താത്തതും അല്ല വിഷയം. കൊടി കുത്തിയ തൗഹീദ്, കൊടി കുത്തിയില്ലെങ്കിൽ ശിർക്ക്. അങ്ങനെയുണ്ടോ? എന്നാ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് വലിയ ആവേശത്തിൽ നടത്തുന്ന പരിപാടിയാണല്ലോ ഇപ്പോ. എന്ത് സാൽവേഷൻ? ഒരു ഗ്രൂപ്പ് നടത്തുന്നതാ സാൽവേഷൻ. മറ്റേ ഗ്രൂപ്പ് ഞാൻ വേണ്ട സാധാരണ നടത്തുന്ന, നമുക്കറിയാം ശബാബ് വാരിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് അവര്. അതുപോലെ കുടുംബ പല പ്രസിദ്ധീകരണ റസൂൽ നടത്തിയിരുന്നു. നമ്മൾ അങ്ങനെ പറയാം, ശബാബ് റസൂലുള്ള എത്ര വാരിക റസൂൽ നടത്തിയിട്ടുണ്ട്? ശബാബ് വാരിക അല്ലെങ്കിൽ അതുപോലത്തെ വാരിക റസൂൽ നടത്തിയിട്ടുണ്ടോ? അൽമനാർ വാരിക റസൂൽ നടത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ എക്സിബിഷൻ, അത് സാൽവേഷൻ റസൂൽ ഒന്നുമില്ല. അപ്പൊ റസൂൽ നടത്തിയിട്ടുണ്ടോ വെച്ചാൽ ഞങ്ങളെല്ലാം റസൂൽ നടത്തിയ മാതിരി മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് അതിന്റെ തൊലി. അതൊക്കെ വെറുതെ ആളെ പൊട്ടിസക്കം പറയാ. കൊടി കുത്തുമ്പോ തൗഹീദ്, കൊടി മാറ്റിയ ശിർക്ക്, അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആണ്ട് നടത്തുന്നുണ്ടോ? അതിന് തെളിവുണ്ട്. ഇതാണിപ്പോ നമ്മൾ പറഞ്ഞത്. ഒന്ന്, പിന്നെ ചില ജാറങ്ങളിൽ നടക്കുന്ന ചില ആണ്ടിനോടനുബന്ധിച്ച് നടക്കുന്ന തെറ്റായ പ്രവണതകളുണ്ട്. അത് തെറ്റമേന്, അതിലാർക്കും സംശയമില്ല. ഞങ്ങൾ ആരും അതിനെ അംഗീകരിച്ചിട്ടില്ല. ജാറങ്ങളിൽ നടക്കുന്ന ഹറാമുകളുണ്ട്, അല്ലേ? ഗാനമേളകളുണ്ട്. അതുപോലെ തന്നെ പരപുരുഷ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടവേറലുണ്ട്, അണിചേരലുണ്ട്, കാണലുണ്ട്, തുടലുണ്ട്. പല ഹറാമും നടക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ മാത്രം പറയുന്നതല്ല. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സമസ്തയുടെ ഉലമാക്കൾ 1950കളിൽ, ഞാനൊന്നും ജനിച്ചിട്ടില്ല, എന്റെ ബാപ്പ ജനിച്ചിക്കണമെന്നാവോ, ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഉലമാക്കൾ സമസ്തയുടെ പത്രം അൽബയാൻ എന്റെ കൈവശമുണ്ട്. അതിലിത് രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. നോക്കൂ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അറബി മലയാളത്തിലാ സഹോദരന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നത് അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് നേർച്ച എന്ന് മാത്രമല്ല, മുജാഹിദ് സമ്മേളനത്തിൽ ഇങ്ങനെ ആണും പെണ്ണും കൂടി കലർന്നാലും ഞങ്ങൾ അംഗീകരിക്കൂല. ഹറാമെന്നാണല്ലോ, ഉറപ്പല്ലേ? എന്റെ കയ്യിലുണ്ട്, വേണം ഞാൻ കാണിച്ചിറങ്ങി. സംശയമാണ് ഈ മുജാഹിദിന്റെ കൂടിക്കലറിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നുണ്ടല്ലോ. നല്ല മട്ടുണ്ടാവും, ഒന്ന് വെച്ചു കൊടുത്താൽ സംഗതി നല്ലതല്ലേ? മുജാഹിദ് സമ്മേളനം, ചങ്കരംകുളത്ത് നടന്ന മുജാഹിദ് സമ്മേളനം. ആ മുജാഹിദ് സമ്മേളനം നമ്മളെ ജാറങ്ങളിൽ ആണും സ്ത്രീകളും പുരുഷന്മാരും കാണുന്ന കഥ പറയും. തെറ്റന്നെയാണ്. ഞങ്ങൾ ആരും അതിൽ അംഗീകരിക്കുന്നില്ല, ഹറാമാണ്. ഞാൻ നിങ്ങൾക്കറിയോ, മുജാഹിദിന്റെ തൗഹീദിന്റെ മൊത്തക്കുത്തക, തൗഹീദിന്റെ ലോഹയോലി ധരിച്ചത്, തൗഹീദിന്റെ ഷർട്ടാണ്, തൗഹീദിന്റെ കുബ്ബ, അതുപോലെ തുണിയ, തൗഹീദിന്റെ എല്ലാം തൗഹീദാ. ആ തൗഹീദിന്റെ ആൾക്കാരെ കേന്ദ്രത്തിൽ നടന്നതിന്റെ അവസ്ഥയാണ്. നിങ്ങളൊന്ന് വെച്ചു കാണി, ഒന്ന് വെച്ചു കൊടുത്ത വെച്ചില്ലേ? ചങ്ങരംകുളത്ത് ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും തന്നെ അവിടെ കാണില്ല, ചെമ്പ് വെച്ചിട്ടുള്ള ആ ചെമ്പിന്റെ അരികിൽ കണ്ട കുറെ ആണും പെണ്ണുങ്ങളും. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി വേറൊന്ന് വെച്ചു കൊടുത്ത എന്താപ്പത് ലേഡീസ് എന്ന് എഴുതി കൊടുത്തിട്ടാണ് അത് കാണുന്നുണ്ടോ? ലേഡീസ് എന്ന് എഴുതി കാണിച്ചിട്ടില്ലേ? അപ്പൊ അവിടെ നിങ്ങൾ ചോദിക്കുമ്പോ താടി വെച്ച ലേഡീസ്, അങ്ങനെ ചിന്തിക്കണ്ട. അത് മുജാഹിദ് പെണ്ണുങ്ങൾക്ക് താടി വന്നതല്ല. പെണ്ണുങ്ങളുള്ളിടത്ത് മുജാഹിദ് മൗലവിമാര് താടി വെച്ചാണ് പോയതാ. അവിടെ ഈ ശിർക്കും തൗഹീദൊന്നുമില്ല. ഞങ്ങൾ ഈ ജാറങ്ങളിൽ മാത്രമേ തൗഹീദ് ചുരുക്കുള്ളൂ.
വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പൊ ഞാൻ പറയുന്നത് വേറെ കുറെ ഉണ്ട് ഇന്ത്യക്ക്. അതൊക്കെ തെറ്റാണ്. അത് ജാറങ്ങളിലാണ്. എന്തിന് ജാറും മുജാഹിദ് സാവക്കൾ മാറ്റി വെക്കുക? നമ്മൾ ഹജ്ജിന് പോണില്ലേ മക്കത്ത് തവാഫ് ചെയ്യുന്നത് സിയാദ് പറയുന്നുണ്ട്. മൂപ്പര് സൗദിന്നാ വരുന്നത്, എനിക്കറിയാം. നിങ്ങൾക്കറിയോ അവിടെ പോയാ തവാഫ് ചെയ്യുന്നത് എങ്ങനെ? നമ്മളൊക്കെ നല്ല വട്ടത്തിൽ ഔറത്ത് മറിച്ച് നല്ല കേരളത്തിൽ നിന്ന് പോകുന്നവരൊക്കെ നല്ല ഇതാണ്. കേരളത്തിൽ നിന്ന് മാത്രം തന്നെ വിവരമുള്ള, അതേ അവസ്ഥയിൽ വിവരമില്ലാത്ത കുറെ ആളുകൾ അവിടെ വരുന്നുണ്ട്. സ്ത്രീകളെ മറക്കേണ്ട ഭാഗം മറച്ചിട്ടില്ല. ഔറത്ത് കൈ മുഴുവൻ മറക്കാതെ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന എത്ര ആള്. ഇതൊക്കെ മക്കത്ത് മദീന. അതുകൊണ്ട് ഇനി മുതൽ തവാഫ് തന്നെ പാടില്ല, ശിർക്കാണ്, കുഫറാണ്, ബിദ്അത്താന്ന് പറയാൻ പറ്റുമോ? തെറ്റാണത്. തെറ്റുകൾ മാറ്റണം, ശരികൾ നിലനിർത്തണം. ഇതാണ് ഇസ്ലാമിന്റെ സമീപനം. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുകയാണ്, മറുപടി പറഞ്ഞിട്ടില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട. അതൊക്കെ ഞങ്ങൾ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ആ ചോദ്യത്തിന്റെ ഭാഗത്തിലേക്ക് ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്നോട് നിൽക്കണം. നേരത്തെ പറഞ്ഞല്ലോ, സഹാബത്തെ പൂർവികരോ മഹാഇമാമോ ഓരാരെങ്കിലും ജാറങ്ങളുണ്ടോ? എല്ലായിടത്തും ജാറുണ്ട്. മുജാഹിദ് 2005 ഇസ്ലാഹ് മാസികയിൽ ഒരു വെല്ലുവിളി വിളിച്ചു. എന്താണെന്നറിയോ? അവർ പറഞ്ഞു, കേരളത്തിലല്ലാതെ ജാറങ്ങളില്ല. ലോകത്തിൽ ലക്ഷക്കണക്കായ പ്രവാചകന്മാർ വന്നു, ഒരു 10 ആളെ ഖബറെങ്കിലും ലോകത്ത് ജാറായിട്ടുണ്ടോ എന്ന് വെല്ലുവിളിച്ചു. ഞങ്ങളതിന് 100 ആളുകളുടെ മഹാത്മാക്കളുടെ ജാറം വെച്ച കാണാ കാഴ്ചകളാണ് ഞങ്ങളതിന് മറുപടിയായി ഇറക്കിയത്. ഇതുവരെ അതിന് പ്രതികരിച്ചിട്ടില്ല, മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ റമദാനിന് ശേഷം കേരളത്തിൽ നിന്ന് ഞങ്ങളൊരു സംഘം ആളുകൾ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളോട് കൂടെ പഞ്ചരാഷ്ട്ര സിയാറത്ത് നടത്തി. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള സിറിയ, ജോർദാൻ, ഫലസ്തീൻ, അതുപോലെ മിസ്ർ, ഇസ്രയേൽ, ഈ 5 രാഷ്ട്രങ്ങളിൽ പോയപ്പോ സുബ്ഹാനല്ലാഹ്, ജാറങ്ങളൊക്കെ അവിടെയുള്ളത്. നമ്മുടെ നാട്ടിലൊന്നും ജാറില്ല എന്ന് പറയാം. അവിടെ നമ്മുടെ നാട്ടിലെ ജാറൊക്കെ അവിടുത്തെ ഒരു ജാറത്തിന്റെ ഉള്ളിൽ കൊണ്ടേക്കാനുള്ളൂ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അമ്പിയാക്കളുടെ ജാറങ്ങൾ തന്നെ ഒന്ന് വെച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ ജാറും വലിയ ജാറാണ് ഞാൻ പറയല്ല. ഇമാം നബവിയുടെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിന്റെ കൈവശമുണ്ട്. ആ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഇമാം നബവി പറയുന്നത് എന്താണ്? അത് ശുഐബ് നബിയുടെ ജാറം ഷാമിലാണ്. മാത്രമല്ല ഖബരിഹി ബിനാഉൻ, ആ ഖബറിന്റെ മേലെ വലിയ ജാറമുണ്ട്. ജനങ്ങളിതാ ബറക്കത്തെടുക്കാൻ വേണ്ടിയും സിയാറത്തിന് വേണ്ടിയും വിദൂര ദിക്കുകളിൽ നിന്ന് വരേക്കും അങ്ങോട്ട് ആളുകൾ വരുന്നുണ്ട്. ആരാത് പറയുന്നത്? ഇമാം നബവി റഹിമഹുല്ലാ തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന് പറയുന്ന ഈ കിതാബിൽ വളരെ വ്യക്തമായി എഴുതുക. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി, പടച്ചോൻ എന്നാ ശുഐബ് നബിയുടെ ജാറൊന്ന് കാണണമല്ലോ. ഞങ്ങൾ പോയ പഴയ ഷാം എന്ന് പറയുന്ന ഒന്ന് വെച്ചുകൊടുത്ത് ശുഐബ് നബിയുടെ ജാറം കണ്ടോ, നബിയുല്ലാഹി ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി നിങ്ങൾക്ക് അവിടെ കാണാം, ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നതൊന്നും കാണാം. അതന്നെയാണത്. ഇനി നിങ്ങൾ നോക്ക്, ശുഐബ് നബി മാത്രമല്ല, വേറൊരു ജാറം ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജാറം. അത് ഒമാനിലെ സ്വലാലയിലാണ്. ജാറത്തിന്റെ താഴികക്കൂടാണ്. ഈ ജാറം ഞാൻ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. അത്രക്ക് വലിയ ജാറ. അവിടെ ഖബർ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അയ്യൂബ് നബിയുടെ ജാറത്തിങ്കിൽ എത്ര ആളുകളാ ദുആ ചെയ്യുന്നത്, എത്രയാണതുള്ളത്? മുജാഹിദ് പറയും കേരളത്തിൽ മാത്രമേ 4 ഉള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഖാമ് ജാറത്ത് നോക്കുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ജാറ എവിടെയാണത്? ഫലസ്തീനിലാണ്. അവിടെ ബോർഡ് ഇപ്പോഴും കാണാം, സയ്യിദുനാ ഇബ്രാഹിമുൽ ഖലീൽ അലൈഹിസ്സലാം എന്ന ബോർഡ് വരെ കാണാം. ഇസ്ഹാഖ് നബിയുടെ ജാറം കാണാം, ബോർഡ് സഹിത അവിടെ കാണാം. ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റഫഖത്ത് റളിയല്ലാഹു അൻഹയുടെ ജാറത്തിന്റെ ബോർഡ് വരെ അവിടെ കാണാം. എത്ര ആളുകൾ മഹാത്മാക്കളുടെ ജാറങ്ങൾ. സഹോദരന്മാരെ, ഇത് നിങ്ങൾക്കറിയണോ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജാറം എന്നെ ഹദാദ് ആകർഷിച്ചു പോയി. കാരണം ഫലസ്തീനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലത്ത് ആ ജാറം നിങ്ങൾക്കറിയോ സഹോദരന്മാരെ? അത് ഞാനിങ്ങനെ നിന്ന് നോക്കിയപ്പോ എന്റെ തലയേക്കാളും നീണ്ടു നിൽക്കുന്നുണ്ട് ആ ഖബർ. എത്രയാണ് ആ ജാറത്തിന്റെ വലിപ്പം എന്നറിയോ? നിങ്ങൾ നോക്കി, അവിടെ കല്ലമല്ലാഹു മൂസാ തക്രീമ എന്നൊക്കെ എഴുതി ആയത്ത് കൊണ്ടുള്ള ശീലയും പട്ടും പൊതിയും എന്താ നമ്മൾ പറയാ, തുണിയൊക്കെ വിരിച്ച് നല്ല ഖബർ. അവിടെ ചെന്നപ്പോ എനിക്ക് വേറെ അതിലേറെ ഒരു അതിശയം കണ്ടു. എന്താണെന്നറിയോ? അവിടെ ഉണ്ട് ആ ജാറത്തിന്റെ അരികയിൽ നേർച്ചപ്പെട്ടിണ്ട്. അതാണ് സമ്മാനം. മുജാഹിദ് പറയും ഇതൊക്കെ ഇവിടെ കേരളത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ നേർച്ചപ്പെട്ടി നോക്കൂ, മൂസാ നബിന്റെ മഖാമിന്റെ അവിടെ നേർച്ചപ്പെട്ടി. അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് സുന്ദൂഖ് തബർവാത്ത്, അതായത് സംഭാവന പെട്ടിയാണ്. ഞാൻ ഉടനെ എന്റെ മൊബൈലിലെടുത്ത ഫോട്ടോ ആണത്. കാരണം എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നമ്മളെ തിരുവനന്തപുരത്തിന് ആവശ്യമുണ്ടാകും, എനിക്കറിയാം. അങ്ങനെ ഞാനത് റെക്കോർഡ് ചെയ്തു. എല്ലാവരും ജാറങ്ങൾ എത്രയാണ്? കുറച്ചൊന്നുമല്ല, ഞാനത് പറഞ്ഞ സമയം വൈകും. ഒരുപാട് മഹാത്മാക്കൾ, ഇമാമുകൾ, അമ്പിയാക്കളുടെ ജാറം തന്നെ. ബഹുമാനപ്പെട്ട യൂശൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ഖാല മൂസാ ലി ഫതാഹു എന്ന് ഖുർആൻ പറഞ്ഞ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യരായി കൂടെ കഴിഞ്ഞ യൂശൈ നബി, ആ യൂശൈ നബിന്റെ ജാറം. ദാനിയാൽ നബിയുടെ ജാറം കാണാ. ദാനിയാൽ നബി, മസ്ജിദുൻ നബി ദാനിയാൽ എന്ന ഒരു വലിയ ജാറമുണ്ട്. ആ പള്ളിയിലൂടെ പോയിട്ടാണ് ആ ജാറം. അവിടെ നമുക്ക് കാണാൻ കഴിയും. എത്ര ജാറം!
അതുപോലെ ജോർദാനിലെത്തിയാൽ മൂത്തത് യുദ്ധം കഴിഞ്ഞ ജോർദാനിൽ അവിടുത്തെ ഗവൺമെന്റ് വളരെ പ്രാധാന്യത്തിൽ ഇപ്പോഴും അബ്ദുൽ സയ്യിദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, അബ്ദുല്ലാഹി ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, അതുപോലെ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, അതൊക്കെ അവിടെ വളരെ ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് ജാറങ്ങളെല്ലാം കൂടി പറയാൻ സമയമില്ല, സമയം വൈകുമെന്നതുകൊണ്ടാണ്. 10ഓളം അമ്പിയാക്കളുടെ ജാറങ്ങൾ ഞങ്ങൾ കണ്ടു. മഹാത്മാക്കളായ സ്വഹാബിവര്യന്മാരുടെ ജാറം നിങ്ങൾക്കറിയോ? അതുപോലെ അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ, ജസ്റ്റ് ഒന്നെല്ലാം വെച്ചു കൊടുക്കും, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ മുആദ് ബിൻ ജബൽ എല്ലാ മഹാത്മാക്കളുടെയും മഖ്ബറകൾ, ജാറങ്ങൾ സഹോദരന്മാരെ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ലോകത്തെല്ലായിടത്തുമുണ്ട്. മിസ്രിൽ പോയാലോ വിജ്ഞാനത്തിന്റെ നിറകുടമായി പ്രശോഭിക്കുന്ന ജാമിഉൽ അസ്ഹർ നിലനിൽക്കുന്ന കേന്ദ്രമാണ് മിസ്ർ. അവിടെ നോക്കുമ്പോൾ നേരത്തെ ഇസ്മായിൽ സഖാഫി പറഞ്ഞില്ലേ, അവിടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ, സുബ്ഹാനല്ലാഹ്. നോക്ക് നിങ്ങൾ, ആ ജാറമാണത്. അതിന്റെ മുകളിലുള്ള ഒരു ഭയങ്കര കുബ്ബ ഇമാം നവവി റഹിമഹുല്ല തന്റെ ശറഹുൽ മുഹദ്ദബിന്റെ ആമുഖത്തിൽ പറഞ്ഞു, ആ കുബ്ബയെക്കുറിച്ച് പറഞ്ഞു, ബിമാഹു വല്ലായകുൻ ബിമൻസുബിഹീന, ഇമാം ഷാഫിയുടെ സ്ഥാനത്തോട് യോജിക്കുന്ന കുബ്ബയാണ്. അത്ര വലിയ കുബ്ബയും ജാറവും ഇതൊക്കെ ലോകത്ത് ഇപ്പോഴുള്ളതാ. ഇതിൽ അതൊന്നും, ഈ കുബ്ബകളൊക്കെ ഉണ്ടാക്കിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ആയിരക്കണക്കായ, 10,000-കണക്കായ, ലക്ഷക്കണക്കായ ഇമാമുകൾ കഴിഞ്ഞുപോയി. അവരാരെങ്കിലും പറഞ്ഞോ ഇതൊന്നും ശരിയല്ല, അനിസ്ലാമികമാണ്, ഇതൊക്കെ പൊളിക്കേണ്ടതാണെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇത് ലോകത്താകം പറഞ്ഞതാരാ? കേരളത്തിലെ വഹാബികൾ മാത്രമാണ്. അപ്പൊ സഹോദരന്മാരെ, അതില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ഇസ്ലാമിൽ ഒരുപാട് പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് മുസ്ലിം ലോകത്ത് നടക്കുന്ന ആചാരമാണ്. അത് ശിർക്കാണെന്നോ കുഫറാണെന്നോ പറയാനും തെളിയിക്കാനും ആർക്കും കഴിയുകയുമില്ല. ഈ കാണാക്കാഴ്ച എന്ന പുസ്തകത്തിന് മറുപടി മുജാഹിദുകാർ ഇറക്കിയിട്ടുണ്ട്. ഇസ്ലാഹി മാസിക ഇറക്കിയിട്ടുണ്ട്. അത് വാങ്ങി വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ജാറങ്ങളൊക്കെ എവിടെ നിന്നാണ്, എങ്ങനെ നിന്നാണ്. ഒന്ന് അതിന് മറുപടി പറഞ്ഞിട്ട് രണ്ടാമത്തെ ഓക്കെ, നമുക്ക് അവസരം തരിക. അത്ര അവസരം തരാത്ത പരിപാടി ഞങ്ങൾ ഇതുവരെ തരാതിരുന്നിട്ടില്ലല്ലോ. എന്നാലും ഇപ്പൊ ആ ചോദ്യം പറയേണ്ടതുള്ളവരെ ഇതുവരെ നിങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ അവസരം. ഇത് മുജാഹിദുകളായ നിങ്ങളും പഠിക്കണം, അല്ലാത്തവരും പഠിക്കണം. ഞങ്ങൾക്ക് യാതൊരു കൂശലുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ചോദിക്കാവൂ. ഇപ്പൊ സുന്നി പ്രവർത്തകർ ചോദിക്കരുതെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഒരു സാഹചര്യം വകവെച്ച് നൽകുന്ന ഒരു തുറന്ന സ്വാതന്ത്ര്യമുള്ള ഒരു സംവാദം, ഒരു മുഖാമുഖം നടത്താൻ കഴിയുമോ മുജാഹിദുകൾക്ക്? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. സഹോദരന്മാരെ, ഞങ്ങളെ ഇസ്ലാഹി മാസികയിൽ അതിന്റെ കഥ വന്നു. ഇസ്ലാഹി മാസികയിൽ എന്താ പറഞ്ഞത്? 2005 വെല്ലുവിളിച്ചു. അമ്പിയാക്കളുടെ ജാറങ്ങൾ ഒരു 10 ലോകത്തെവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിച്ചിരുന്നു 2005. ഞങ്ങൾ അപ്പോൾ 100 ജാറങ്ങൾ വെച്ചുകൊണ്ട് കാണാൻ കാഴ്ചകൾ പ്രസിദ്ധീകരിച്ചത്. മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പൊ പുതിയ 2ാം വാല്യം ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലുണ്ട് കുറെ ജാറങ്ങൾ. മറുപടി പറഞ്ഞില്ല. പറഞ്ഞതെന്താ? ജാറങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണം, ശരിയല്ല, അങ്ങനെ ജാറങ്ങളിലേക്ക് പോകുന്നവന് മുശ്രിക്കാണ്, കാഫിറാണ്. എന്താ അതിന്റെ മറുപടി? ഇത് മറുപടി ആവുമോ? വെല്ലുവിളി എന്താ? 2005 ഒരു 10 ജാറം, ഒരു 10 നബിയുടെ മക്ബറയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഉള്ളതായി തെളിയിക്കാമോ എന്നാ ചോദ്യം. 10 ഞങ്ങൾ 100 ജാറാണ് വെച്ചുകൊടുത്തു. അപ്പൊ എന്താ മറുപടി? ജാറങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണതാ. അതിന് മറുപടി ആവുമോ? എന്താ ഈ പറയുന്നത്? ഞങ്ങൾ ഇസ്ലാമി മാസിക വായിക്കലില്ലാന്നാ നിങ്ങൾ കരുതിയത്? ഞങ്ങൾ ആദ്യം വായിക്കൽ നിങ്ങളെ പറ്റിയ. നിങ്ങൾ നല്ലോണം പഠിച്ച് ഭരിച്ച് മുറുക്കിയിട്ടേ ഞങ്ങൾ അടുത്ത ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. ഞങ്ങൾ ഒന്നും കാണാതെ വരില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീറ്റ് നോക്കിയിട്ട് അവർ വരുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടാണ് ഞങ്ങളിത് വിമർശിക്കാനും ഇത് ശരിയല്ല എന്ന് പറയാനും നടക്കുന്നത്. കാരണം ഇത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതിനെതിരാ. ഒരൊറ്റ സംഭവം ഞാൻ പറയട്ടെ. മുജാഹിദിന്റെ ഇസ്ലാഹി മാസിക പറഞ്ഞല്ലോ, എന്ത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ജാറങ്ങളിലേക്ക് പോകുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്. ഇസ്ലാഹി മാസിക, നിങ്ങൾ പറഞ്ഞ ഇസ്ലാഹി മാസിക പച്ചയായി എഴുതിയത് ഞാൻ നേരത്തെ നിങ്ങൾ കേൾപ്പിച്ചില്ലേ സഹോദരന്മാരെ? ആ ഇസ്ലാഹി മാസിക 2009 ജനുവരി ലക്കത്തിലിറങ്ങിയ ഇസ്ലാഹി മാസിക എന്താ പറഞ്ഞത്? ആഗ്രഹം സഫലീകരിക്കാൻ, അതായത് മുറാദ് ഹാസിലാവാൻ വേണ്ടി, ഉദ്ദേശം പൂർത്തിയാവാൻ വേണ്ടി ജാറത്തിങ്കലേക്ക് പോകുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നുൽ മുൻകദിർ തങ്ങൾ, അവർ നേരത്തെ റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ പോയല്ലോ. മുശ്രിക്കായോ കാഫിറായോ ഒന്ന് പറയണം നിങ്ങൾ. വേണ്ട. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ആരാ ഷാഫി ഇമാം?
മുജാഹിദിന്റെ 7ാം സമ്മേളന സുവരീറിൽ എഴുതി. എന്താ എഴുതിയത്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയെ പോലത്തൊരു പണ്ഡിതൻ പിന്നീട് ജനിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞ എന്താ? ഷാഫി ഇമാമിനേക്കാളും വലിയ ഹദീസ് ഞങ്ങൾ ഹദീസ് പഠിക്കുന്ന അബ്ദുസ്സലാം സുല്ലമിക്കാനാ പറഞ്ഞിരുന്നത്. പിന്നെ അതേ ഗ്രൂപ്പുകാരൻ എഴുതി എന്ത്? ഷാഫി ഇമാമിനെ പോലത്തൊരു പണ്ഡിതൻ പിന്നീട്, അതുപോലത്തെ ഒരു വിവരമുള്ള പണ്ഡിതൻ പിന്നീട് ജനിച്ചിട്ടേ ഇല്ല. ആ പറഞ്ഞ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചെയ്യുന്നതെന്താ? 1000 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. ഷാഫി ഇമാമിൽ നിന്ന് സനദ് സഹിതം രേഖപ്പെടുത്തി വെച്ച സംഭവം. താരീഖ് ബഗ്ദാദ്, ഹാഫിൽ ഖതീബുൽ ബഗ്ദാദി, ഹിജ്റ 463 വഫാത്തായ പണ്ഡിതൻ. അവരെഴുതിയ ഈ ഗ്രന്ഥത്തിൽ ഷാഫി ഇമാമിൽ നിന്ന് സനദ് സഹിതം റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ശിഷ്യൻ അലി ഇബ്നു മൈമൂൻ പറയുന്നു, ഖാല സമിഅതു ശാഫിഇയ്യ യഖൂൽ, എന്റെ ഉസ്താദ് ഷാഫി ഇമാം പറയുന്നത് ഞാൻ കേട്ടു. എന്താ കേട്ടത്? ഇന്നി ലഅതബറകു ബിഅബി ഹനീഫത വഅജിഉ ഇലാ ഖബരിഹി, ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിലേക്ക് പോവുകയും അവിടെ പോയി അബൂ ഹനീഫ ഇമാമിന്റെ ഖബർ കൊണ്ട് ഞാൻ ബറക്കത്ത് എടുക്കുകയും ചെയ്യുന്നു. ആരാത് പറയുന്നത്? ഷാഫി ഇമാമ്. അബൂ ഹനീഫ ഇമാമിനെ ഷാഫി ഇമാമ് കണ്ടിട്ടില്ല. അബൂ ഹനീഫ ഇമാമ് വഫാത്താകുന്ന വർഷത്തിലാണ് ഷാഫി ഇമാമ് ജനിക്കുന്നത്. ചില പണ്ഡിതർ പറഞ്ഞു ഒരു ദിവസത്തിലാണ്. എന്തായാലും അവർ കണ്ടിട്ടില്ല. അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കൽ പോകുന്നു. എന്നിട്ടോ ഇന്നി ലഅതബറകു ബിഅബി ഹനീഫത വഅജിഉ ഇലാ ഖബരിഹി, അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കലിൽ ഞാൻ പോകുന്നു. അവിടെ പോയി ബറക്കത്തെടുക്കുന്നു. അവരുടെ മഖബറയിലേക്ക് ഞാൻ പോകുന്നു. എന്നിട്ടോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇദാ അറലതുനി ഹാജത്തുൻ, എനിക്ക് പ്രത്യേകം വല്ല ആവശ്യവുമുണ്ടെങ്കിൽ, വല്ല ആഗ്രഹ സഫലീകരണമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണ്? സ്വല്ലൈതു റകഅതൈൻ, 2 റകഅത്ത് ഞാൻ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ ശേഷം ഉദൂനി അസ്തജിബു ലക്കും, എന്നോട് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ എന്ന് കരുതി അവിടെ വെച്ച് ഞാൻ ചോദിക്കുക എന്ന് ചെയ്യുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിലേക്ക് ഞാൻ പോകുന്നു. അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിലേക്ക് ഞാൻ പോകുന്നു. ജാറത്തിന്റെ വെച്ച് ഞാൻ അവിടെ വെച്ച് ദുആ ചെയ്യുന്നു. അങ്ങനെ ദുആ ചെയ്താൽ എന്റെ ആ ഉദ്ദേശം പൂവണിയാതിരുന്നിട്ടില്ല. ആരാത് പറയുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. 1000 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. നിങ്ങൾക്ക് അറബി അറിയുമോ എങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. ഇമാം ഷാഫി പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കായ ഹദീസ് പാണ്ഡിത്യമുള്ള ലോകത്ത് വിജ്ഞാനത്തിന്റെ വെള്ളി നക്ഷത്രങ്ങളായി പ്രശോഭിച്ച മഹാത്മാക്കൾ അവരാണ് ഈ പറയുന്നത്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, അവർ ഷാഫി ഇമാം എന്ന ആ മഹാപണ്ഡിതൻ അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിന്റെ പോകുന്നു. അവിടെ വെച്ച് ദുആ ചെയ്യുന്നു. ആഗ്രഹ സഫലീകരണത്തിന് അവിടെ പോകുന്നു. നിങ്ങൾ പറഞ്ഞ നിങ്ങളെ നേതാവുകൾ പുറത്തിറക്കുന്ന ഇസ്ലാഹി മാസിക ഇതിൽ പറയുന്നതോ അങ്ങനെ ജാറത്തിങ്കലേക്ക് പോകുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. മുസ്ലിം സമുദായം ഏത് സ്വീകരിക്കണം? ഷാഫി ഇമാം പറഞ്ഞത് സ്വീകരിക്കണോ? ഈ ജാഹിലായ പടുജാഹിലായ ഈ മൗലവി പറഞ്ഞത് സ്വീകരിക്കണോ? നമുക്ക് ചോദിക്കാനുള്ളത് അതാണ്. ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു, നിങ്ങളെ ഇസ്ലാഹി മാസിക നിങ്ങൾ പറഞ്ഞതെന്താ? നിങ്ങളെ കാണാക്കാഴ്ചകൾക്ക് ഇസ്ലാഹി മാസിക മറുപടി എഴുതിയ മറുപടിയാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുവോ? നിങ്ങൾക്കിതേക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ഞങ്ങൾ ചോദിക്കുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജാറത്തിങ്കലിൽ പോയി ആഗ്രഹ സഫലീകരണത്തിന് ജാറത്തിങ്കലിൽ പോയി പ്രാർത്ഥിച്ചു. ഇമാം ഷാഫി പറയുന്നു, നിങ്ങളെ ഇസ്ലാഹി മാസിക പറയുന്നതോ അങ്ങനെ ചെയ്തവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. ആ മൈക്കർ കൊടുക്ക്, നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഇമാം ഷാഫി കാഫിറായോ? ഇമാം ഷാഫി മുശ്രിക്കായോ? ഒന്ന് കൊടുത്താ മൈക്ക, ഒന്ന് പറയട്ടെ. ഇസ്ലാഹി മാസികന്റെ ബഹുമാനം മൂപ്പരാണല്ലോ പറഞ്ഞത്. ഒരിക്കലും മുജാഹിദുകാർ ജാറം സന്ദർശിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ എന്താണ് മുജാഹിദുകാർ എപ്പോഴും പറയാം, നിങ്ങൾ ജാറം സന്ദർശിക്കുക. എന്തുകൊണ്ട്? നിങ്ങൾക്ക് മരണചിന്ത ഉണ്ടാകണം. എന്നിട്ട് നിങ്ങൾ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് മുജാഹിദുകാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ആഗ്രഹ സഫലീകരണത്തിന് പോലെ അയാൾക്ക് വേണ്ടി ദ്വാരം കൊടുക്കുന്ന അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ വെല്ലുവിളിക്കാൻ ഞാൻ മറുപടി കേട്ടോളി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഇതിന് പറ്റുമോ? ഇമാം ഷാഫി മുശ്രിക്കാണ്. സാധിച്ചു തരുന്ന റബ്ബാണ്, അവനല്ലാതെ മറ്റാരും കാര്യം സാധിച്ചു തരില്ല. രോഗം തരുന്നത് അവനാണെങ്കിൽ അവൻ തന്നെയാണ് തീർച്ചയായും മാറ്റുന്നത്. രണ്ടാമത്തെ കാര്യം, രോഗം മാറ്റും റബ്ബല്ലാതെ മറ്റൊരാൾ എന്നെ സഹായിക്കും എന്ന വിചാരത്തിൽ പോകുന്നവൻ തീർച്ചയായും
തീർച്ചയായും മുസ്ലിം തന്നെയാണ്. കാരണം സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. പരലോകത്തെ റബ്ബ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നേരത്തെ പറഞ്ഞു കൊടിയല്ലേ ഉയർത്തുന്നത്, അത് നിസ്സാരമല്ലേ എന്നാണ് ചോദിച്ചത്. എന്നാൽ ഭീമാപള്ളിയിൽ ഉയർത്തുന്ന കൊടി ഉയർത്തുകയും അതിൽ നിന്ന് ബർക്കത്തെടുക്കുകയും അങ്ങനത്തെ അനാചാരങ്ങളാണ് നടക്കുന്നത്. രണ്ട്, അത് അവിടെ പ്രഭാഷണം ഇന്ന് 8 ദിവസമാണ് അവിടെ പ്രഭാഷണം. നിങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരാണ് അവിടെ പ്രഭാഷണം നടത്തുന്നത്. സംസ്ഥ കേരള പണ്ഡിതന്മാരാണ് പ്രഭാഷണം നടത്തുന്നത്. ശരി, നിങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരാണ് അവിടെ പ്രഭാഷണം നടത്തുന്നത്. ആ പ്രഭാഷണം നടത്തുന്ന ഒരൊറ്റ പണ്ഡിതന്മാർ പോലും അവിടെ കൊടി ഉയർത്തൽ ഹറാമാണ് എന്ന് ഒരൊറ്റ പണ്ഡിതന്മാർ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ഓരോന്നോരോന്ന് പറഞ്ഞു ഞാനൊക്കെ പറയാലോ. കഴിഞ്ഞു. എന്നോട് ഉസ്താദ് പറഞ്ഞു ഗാനമേള നടക്കൽ ഹറാമാണ്. എന്നാൽ ഇന്ന് ഭീമാളിൽ നടപ്പുണ്ട്. ലാസ്റ്റ് 2 ദിവസം അവിടെ ഗാനമേളയാണ്. എന്നാ അത് വ്യക്തമായി പറയാം. വ്യക്തമായിട്ടൊന്നല്ലേ പറഞ്ഞു ഹറാമാണ് 100 വട്ടം ഹറാമാകുന്നു. ഇതിനപ്പുറം എങ്ങനെ വ്യക്താക്കേണ്ടത്? ഇത് സമ്മതിക്കാം. കൊടി ഉയർത്തൽ ഹറാം അല്ല. അതിൽ നിന്ന് ബർക്കത്തെടുക്കുന്നുണ്ട്. ബർക്കത്തെടുക്കൽ ഹറാമല്ല. അത് ഞാൻ പറയാം. അത് രണ്ടാമത്തെ വിഷയങ്ങളിൽ വെച്ചട്ടെ. അപ്പം 4 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, മുജാഹിദുകൾ. ഒന്നാമത്തെ കാര്യം ഭീമാപള്ളിയല്ലേ പറഞ്ഞത്, അവിടെ നടക്കുന്ന മതപ്രഭാഷണം നിങ്ങളെ പോലത്തെ പണ്ഡിതന്മാരാണ് നമ്മളെ പങ്കെടുക്കുന്നത്. ആരാ തെബിലീഗുകാരാകുന്നു. അപ്പൊ നിങ്ങളാ പറഞ്ഞത് മറുപടിയല്ല, ശരിയല്ല, ഞങ്ങൾക്കതിൽ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ മറുപടി, മുജാഹിദുകൾ ഖബർ സിയാറത്തിനെതിരല്ല. നിങ്ങൾ ഖബർ സിയാറത്തിനെതിരാണോ അല്ലേ എന്നുള്ളതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മളെ ചർച്ച അതല്ല. നിങ്ങൾ പറഞ്ഞു ഇസ്ലാം മാസികയിലെ മഹത്വങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ മറുപടി നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അത് വായിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തിന്? ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മക്ബറകൾ തേടിപ്പോകുന്നത് മുസ്ലിങ്ങളുടെ ശൈലിയല്ല, അത് ജൂതന്മാരുടെ ശൈലിയാണ്, ക്രിസ്ത്യാനികളുടെ ശൈലിയാണ്. അതുപോലെ തന്നെ അത് മുശ്രിക്കുകളുടെ ശൈലിയാകുന്നു. നിങ്ങൾ പറഞ്ഞ ഇസ്ലാഹ് മാസിക അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി ജാറത്തിങ്കലിൽ പോയി അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കലിൽ പോകുന്നു. ഇമാം ഷാഫി മുശ്രിക്കായോ അല്ലേ? അതും കേട്ട് പറയും. ഭീമാപള്ളിയിലെ നേർച്ച ഗാനമേളയും പിന്നെ പറയാം. അത് പാടില്ലാത്തതിന് എല്ലാവർക്കും തർക്കമില്ല. ആ മൈക്കൊടുത്ത് അത് മാത്രം പറയും. എന്നിട്ട് നമുക്ക് അടുത്ത ചോദ്യം, ഇമാം ഷാഫി മുശ്രിക്കാണോ മുനാഫിക്കാണോ എന്നല്ല എന്റെ ചോദ്യം. അല്ല, എന്റെ ചോദ്യം അതാണ്. എന്റെ ചോദ്യം അതാണ്. ചോദ്യം മറുപടി പറയലല്ല എന്റെ നിങ്ങളാണ് മറുപടി അല്ല പറഞ്ഞത്. ചില മറുപടി ചോദ്യത്തിലൂടെ ആയിരിക്കും. ചില മറുപടി ചോദ്യത്തിലൂടെ ആയിരിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ പറഞ്ഞത് കാണാകാഴ്ചകൾക്ക് ഞങ്ങളെ മറുപടി ഇസ്ലാഹി മാസികയിലുണ്ട്, അത് നമ്മളത് മാറ്റിമറിക്കുന്നില്ല. ഞാൻ ഇതുമ്പോ തന്നെ പറഞ്ഞിട്ട് തന്നെയുള്ളത്. മാറ്റിമറിക്കുന്ന കാര്യമില്ല. എനിക്ക് മാറ്റിമറിക്കുന്ന ശൈലിയും അറിയില്ല. നിങ്ങൾ ചോദിച്ചതെന്താ? കാണാകാഴ്ചകൾക്ക് മറുപടി പറഞ്ഞ് ഞങ്ങൾ എഴുതിയ ഇസ്ലാഹി മാസികകൾ വായിച്ചിട്ടില്ലേ? ആ ഇസ്ലാഹി മാസികയാണ് ഞാൻ വായിക്കുന്നത്. അതിൽ പറയുന്നത് എന്താ? ഇങ്ങനെ മക്ബറകളിലേക്ക്, ജാറങ്ങളിലേക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പോകുന്നവൻ മുശ്രിക്കാകുന്നു, കാഫിറാകുന്നു, ജൂതനാകുന്നു, ക്രിസ്ത്യാനിയാകുന്നു. അവിടെയാണ് എന്റെ ചോദ്യം. എന്ത്? അല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ആ ഷാഫി ഇമാം ഇതാ അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കലിൽ പോകുന്നു. അവിടെ പോയി ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അവിടേക്ക് പോകുന്നു. അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. ശിർക്കാണോ കുഫ്റാണോ? ഇമാം ഷാഫി മുശ്രിക്കായോ കാഫിറായോ ജൂതനാണോ? ഇതാ ഞങ്ങൾ ചോദിക്കുന്നത്. എന്റെ ഇടത്തെ കയ്യിൽ ഇസ്ലാഹ് മാസിക, വലത്തെ കയ്യിൽ ഷാഫി ഇമാം പോയി എന്ന് പറയുന്ന 1000 വർഷം മുമ്പ് രചിക്കപ്പെട്ട താരിഖ് ബഗ്ദാദ് എന്ന ഗ്രന്ഥം ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഭീമാപള്ളിയിലെ ആ നാടകത്തെക്കുറിച്ച് എനിക്കറിയേണ്ടതില്ല, ഹറാമാണ്, സംശയമില്ല. അവിടെ നടക്കുന്ന ഗാനമേള ഹറാമാണ്, വ്യക്തമായി പറഞ്ഞതാണ്. ഇനിയും അത് ആവർത്തിക്കേണ്ടതില്ല. ഞങ്ങൾക്കറിയേണ്ടത്, ഈ ജനങ്ങൾക്കറിയേണ്ടത്, നിങ്ങൾ പറഞ്ഞ ഇസ്ലാഹ് മാസികയിൽ എഴുതിയിരിക്കുന്നു, ജാറങ്ങളിലേക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പോകുന്നവൻ മുശ്രിക്കാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. ചോദിച്ചോട്ടെ ഇമാം ഷാഫി, ഞങ്ങളുടെ നേതാവ്, ലോകത്ത് ഇമാമുൽ അഇമ്മ, ഇമാമുകളുടെ നേതാവ് എന്ന ഖ്യാതി നേടിയ മഹാ ഇമാമ് ഇമാം ഷാഫി മുശ്രിക്കായി പോയോ, കാഫിറായി പോയോ, ജൂതനായി പോയോ, ക്രിസ്ത്യാനിയായി പോയോ? ഇതിലാണ് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത്. നിങ്ങൾ ഇസ്ലാഹ് മാസികയുടെ പോലീസ് പറഞ്ഞതുകൊണ്ടായില്ല. അതൊന്നുകൂടി പറയും.
അതിന് പറയും ഇതിന് ബാക്കി. ഉസ്താദ് വ്യക്തമാക്കി മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സത്യവിശ്വാസി ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് കാഫിറെന്നോ മുനാഫിക്കെന്നോ മുശ്രിക്കെന്നോ പറയരുത്. കാര്യം അവന്റെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അവന്റെ പ്രവർത്തനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുണ്ടോ, അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്നതാണ് വിഷയം. അല്ലാതെ ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് അവൻ കാഫിറാണ്, മുനാഫിക്കാണ്, മുശ്രിക്കാണെന്നുള്ള വിഷയം വരുന്നില്ല ഇവിടെ. അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഉസ്താദിന് വളരെ വ്യക്തമാക്കി പറയാം. അള്ളാഹു അല്ലാതെ, അവനല്ലാതെ മറ്റൊരാൾ സഹായിക്കും, പരലോകത്ത് അവനല്ലാതെ മറ്റൊരാൾ സഹായിക്കും എന്ന വിശ്വാസത്തോടെ പോയാൽ മുനാഫിക്ക് തന്നെയാണ്. അത് ഏത് ജാറമായിരുന്നാലും ശരി തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ മാത്രമാണ് ആരാധനയ്ക്കിറങ്ങാൻ, അവനല്ലാതെ മറ്റാരുമില്ല. അവനാണ് രോഗം തരുന്നവൻ, അവനാണ് അത് മാറ്റിത്തരുന്നവൻ. അതുകൊണ്ട് അവനോട് മാത്രം ദുആ ചെയ്യുക, അവനോട് മാത്രം സഹായം തേടുക. അവനാണ് എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, മയക്കമില്ലാത്തവൻ, ഉറക്കമില്ലാത്തവൻ. പരലോകത്തിലെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ്, ഭൂമിയിലെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചതവനാണ്. അവൻ തന്നെയാണ് ഉടമ, അവനെ തന്നെയാണ് ആരാധിക്കേണ്ടത്. അല്ലല്ല. അപ്പൊ എന്താ പറഞ്ഞത് എന്ന് വെച്ചാല്, മൂപ്പര് കാര്യമായിട്ട് പറഞ്ഞത് ഇപ്പൊ എന്താ, നമ്മൾ ഈ ചോദിച്ച വിഷയത്തിനല്ല. മയക്കമില്ലാത്തവൻ അള്ളാഹുവാണ്, ഉറക്കമില്ലാത്തവൻ. ആർക്കപ്പോ അതിലൊക്കെ സംശയം? അള്ളാഹ്ക്ക് ഉറക്കണ്ട് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഓർഡർ അത് പറയേണ്ടതുള്ളൂ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു അള്ളാഹ് ഉറങ്ങുകയാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ വിഷയം അതല്ല. നമുക്ക് വേണ്ടത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കഴിവ് കൊണ്ടാണ് മഹാത്മാക്കളെ സഹായിക്കുന്നത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളായ നമ്മൾ. അങ്ങനെയാണ് നമ്മൾ ജാറത്തിൽ പോകുന്നത്. ആ ജാറത്തിൽ പോകുന്നതിനെ കുറിച്ചാണ് വഹാബികൾ പറഞ്ഞത് ഇസ്ലാഹി മാസിക. നിങ്ങളെ നാവുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഇസ്ലാഹി മാസിക. ആ ഇസ്ലാഹി മാസികയിൽ പറഞ്ഞത് എന്താണ്? അങ്ങനെ പോകുന്നവൻ മുശ്രിക്കാകുന്നു, ജൂതനാകുന്നു, ക്രിസ്ത്യാനിയാകുന്നു. ഇതാ ഞങ്ങൾ ചോദിച്ചത്. എങ്കിൽ അങ്ങനെ പോയ ഇമാം ഷാഫി മുശ്രിക്കായോ, കാഫിറായോ, ജൂതനായോ, ക്രിസ്ത്യാനിയായോ? ഇമാം ഇബ്നുൽ മുൻകദിർ തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയുടെ മുസന്നിഫ് ഇമാം ബുഖാരിയുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ മുൻകദിർ വിഷമുണ്ടായപ്പോ ആരുണ്ട് റസൂലിന്റെ ജാറത്തിങ്കൽ പോയി അവിടെ കുറെ സമയം ചെലവഴിച്ചു, വിഷമം തീർത്തു പോന്നു. ഇമാം ഇബ്നുൽ മുൻകദിറിന്റെ സംഭവം നിങ്ങളെ നേതാവ് ദഹബിയാണ് രേഖപ്പെടുത്തി വെച്ചത്. ഇമാം ഇബ്നുൽ മുൻകദിർ മുശ്രിക്കായോ, കാഫിറായോ? ഇമാം ഇബ്നുൽ മുൻകദിറിൽ നിന്ന് ഹദീസ് ധരിച്ച ഇമാം ബുഖാരി മോശക്കാരനായോ, ഇമാം മുസ്ലിം തള്ളപ്പെടുന്നവനായോ? ഇതാ മറുപടി പറയേണ്ടത്. അള്ളാഹ് ഉറക്കണ്ടോ, അള്ളാഹ് മയക്കണ്ടോ? ആർക്കായോ ഇതൊക്കെ സംശയം? വെറുതെ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? നമുക്കാർക്കും ഒരു തർക്കമില്ല. അള്ളാഹു ആണ് എല്ലാം ായിട്ടുള്ളവൻ. ഈ ലോകത്ത് സംസാരിക്കുന്ന നമുക്കൊക്കെ അതിനുള്ള കഴിവ് നൽകുന്നവൻ അല്ലാഹുവാണ്, ഉപകാരം ചെയ്യുന്നവൻ അല്ലാഹുവാണ്, ഉപദ്രവം ചെയ്യുന്നവൻ അല്ലാഹുവാണ്, രോഗം നൽകുന്നവൻ അല്ലാഹുവാണ്, അതുപോലെ ശിഫ നൽകുന്നവൻ അല്ലാഹുവാണ്. എല്ലാത്തിന്റെയും എല്ലാ ചരാചരങ്ങളുടെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. ഞങ്ങൾക്കത് തർക്കമേ ഇല്ല. ആ വിശ്വാസം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ജാറത്തിലേക്ക് പോകുന്നത്. അത് ഇസ്ലാമാണോ, തൗഹീദാണോ? അത് തൗഹീദിന് പുറത്താണോ? ഇതാണ് ഞങ്ങളുടെ വിഷയം. അത് ശിർക്കാണെന്നാണ് മുജാഹിദ് പറയുന്നത്. അവൻ ചെയ്യുന്നത് ജൂതനാണ്, ക്രിസ്ത്യാനിയാണെന്നാണ് നിങ്ങളെ നാവുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഇസ്ലാഹി മാസികയിൽ എഴുതിയിട്ടുള്ളത്. അവിടെ എന്റെ ചോദ്യം ഉത്ഭവിക്കുന്നു, മുസ്ലിം ലോകത്തിന്റെ ചോദ്യം ഉത്ഭവിക്കുന്നു. ഇപ്രകാരം ചെയ്ത ഷാഫി ഇമാം മുശ്രിക്കായോ, ഇമാം ഷാഫി കാഫിറായോ, ഇമാം ഇബ്നുൽ മുൻകദിർ ജൂതനായോ, ക്രിസ്ത്യാനിയായോ? ഇതുവരെ മറുപടി നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങളിങ്ങനെ പ്രസംഗിച്ച് രക്ഷപ്പെടുക വിവരമുള്ളവരുടെ മുമ്പിൽ നടക്കൂല. പിന്നെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു. എന്താണത്? ഒരാളെ കാഫിർ മുശ്രിക്ക് എന്ന് പറയാൻ പറ്റൂല, മുനാഫിക്ക് കാഫിർ എന്ന് പറയാൻ പറ്റൂല. അത് ഞങ്ങളോടല്ല പറയാ, കാഹളം കെട്ടി മുജാഹിദ് ആഫീസറുകളോട് പറയണം. എന്താ കാരണം? മുജാഹിദുകളാണ് മുസ്ലിമീങ്ങളെ കാഫിറാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ 2-3 പ്രസംഗം കേൾപ്പിക്കുക, ദീർഘിപ്പിക്കുന്നില്ല, കേട്ടോളൂ. മുജാഹിദ് നേതാവ് ബാലുശ്ശേരി പറയുന്നു, എന്താ? സുന്നികളും ക്രിസ്ത്യാനികളും ഒരുപോലെയാകുന്നു. ഇത് നിങ്ങൾ പറയണം. ഞങ്ങളാണോ കാഫിറാക്കുന്നത്, നിങ്ങളാണോ? വെച്ചു കൊടുക്കുക. അയാൾ പറയട്ടെ. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിനും കണക്കാ രണ്ടു വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിനും കണക്കാ രണ്ടു വന്നു. കാഹളം വെച്ച് അങ്ങോട്ട് വെച്ച് ബാലുശ്ശേരിയിൽ കാഹളം വെച്ച് ഇവിടെ കാതിലേക്ക് അലയടിക്കുന്ന പോലത്തിൽ കാഹളം വെച്ച് പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. ഞങ്ങളോടല്ലാതെ പറയേണ്ടത് കഴിയില്ല. നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. സുന്നികളായ ഞങ്ങളൊക്കെ വിഗ്രഹാരാധകരാകുന്നു. മഹാദല്ല. മമ്പുറത്തെ തങ്ങളിൽ ബിംബമാകുന്നു. മഹാദല്ല. നിങ്ങളെ നേതാവ് പറയുന്നു. വെച്ചു കൊടുക്കത് കൂടി എന്നെ അത് കൊണ്ടിറക്കണം. ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് കബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അദ്ദേഹത്തെയാണ്. എങ്ങനെയുണ്ട്? മമ്പുറത്തെ തങ്ങൾ വിഗ്രഹമാണ്. സുന്നികൾ അവർ വിഗ്രഹ ആരാധകരാകുന്നു എന്ന് പച്ചയായി ഉളുപ്പില്ലാതെ പറഞ്ഞിട്ടില്ല
പറയുന്നത് വഹാബികളുടെ വിവരമില്ലാത്ത ഈ നേതാവാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. കഴിയില്ല, പേരെടുത്ത് കാഫിറാക്കുന്നു. ശൈഖുനാ കാന്തപുരം ഉസ്താദിനെയും സുന്നി പണ്ഡിതനെയും പേരെടുത്ത് കാഫിറാക്കിക്കൊണ്ട് പറയുന്നത് എന്താ? അവരൊക്കെ അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കാണത്രേ. മഹദല്ലാ, കേട്ടോളൂ, നിങ്ങൾ പറയട്ടെ, വെച്ചുകൊടുക്ക്. അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറിച്ചു. സലാം അലൈക്കും ശൈഖുനാ കാന്തപുരം അല്ലേ? ഞാൻ അബൂജഹലിന്റെ ശൈഖന്റാണ്. മൂപ്പർക്ക് അബൂജഹലിനെ നല്ല പരിചയമാണ്. എങ്ങനെ അതിന് കാരണം എനിക്കറിയില്ല. അബൂജഹലിന്റെ അങ്ങനെ പ്രത്യേക മെസ്സേജ് മൂപ്പർക്ക് കിട്ടിയതായിരിക്കും. ശൈഖന്ത് കൊടുക്കുന്നത് ഒന്ന് വെച്ചു കൊടുത്താ. സലാം അലൈക്കും. കണ്ടോ, ശൈഖുനാ കാന്തപുരം അല്ലേ? ഞാൻ അബൂജഹൽ. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചെങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പഠിച്ചോനാണ് വകച്ചുകൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചുകൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്റെ ലീഡർ, ഇനി ലോക മുശ്രിക്കുകളുടെ ലീഡറാകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്ക് വേണമെന്ന് പറയുന്നു. ഇനി ലോക മുശ്രിക്കുകളുടെ ലീഡറാകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്ക് വേണമെന്ന് പറയും. ലോക മുശ്രിക്കുകളുടെ ലീഡറാണ് നിങ്ങളും നിങ്ങളെ പണ്ഡിതർ, സുന്നി പണ്ഡിതരും. ഇവിടെ മുശ്രിക്കാക്കുന്നത് ആരാ നിങ്ങൾ ചിന്തിക്കണം. ഇത് അബൂജഹൽ പറയുന്ന ഇയാൾ പറഞ്ഞത്. എങ്ങനെ ഇപ്പോ അബൂജഹൽ പറയുന്ന വിഷയം മൂപ്പർക്ക് മാത്രം കിട്ടിയതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചിന്തിച്ചോളി. അബൂജഹലിന്റെ ഒക്കെ ഈ മെസ്സേജ് എങ്ങനെ മൂപ്പർക്ക് മാത്രം കിട്ടിയെന്ന് അറിയില്ല. അയാളാണിത് പറയുന്നത്. സഹോദരന്മാര് ചിന്തിക്കണം. ഇനി നിങ്ങൾക്കറിയോ എത്രത്തോളം ഞാനത് സുബഹി വരെ ഇവർ കാഫിറാക്കിയത് മുശ്രിക്കാക്കിയത് വെക്കാൻ എന്റെ കയ്യിലുണ്ട്. സമയമില്ല, മുഖാമുഖാണല്ലോ, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മുജാഹിദുകൾ തന്നെ മുസ്ലിങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കിയിട്ട് അവസാനം പറയുന്നത് എന്താ? നിങ്ങൾ നിരീശ്വരവാദിയായിക്കോളി, എന്നാലും നിങ്ങൾ സുന്നിയാകരുത്. മാഅദല്ലാ, ഏതാണോ അത് തൗഹീദ് ഞങ്ങൾക്കറിയുന്നില്ല. നിങ്ങൾ നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയില്ല സൈഫുദ്ദീൻ ഹാജി. ഈശ്വരനില്ല, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന വിഭാഗം, അതിൽ പെട്ടോളൂ. എന്നാലും ശരി, സുന്നിയാകരുത്. ഏത് തൗഹീദായത്? ഏത് ഖുർആനിലാണ് പറഞ്ഞത്? ഏത് സുന്നത്തിലാണ് പറഞ്ഞത്? ഏത് പ്രമാണത്തിലാണ് പറഞ്ഞത്? ലോകത്തുള്ള എല്ലാവിധ മുജാഹിദ് പ്രസ്ഥാനത്തിലെ നേതാക്കളെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ കഴിയും നിങ്ങൾക്കിത്? ഏത് മതമാണിത്? ഏത് ഇസ്ലാമാ? നിങ്ങളാണോ മതം ഗുണകാംക്ഷയാണെന്ന് പറഞ്ഞത്? ഇതിനാണോ ഗുണകാംക്ഷ എന്ന് പറയുക? കേട്ടോളൂ, നിങ്ങൾ മുജാഹിദ് നേതാവ് പറയുന്നത് വെച്ചു കൊടുക്കും. അല്ലാഹു ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോടല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക. APK സുന്നി രണ്ട് ഗ്രൂപ്പിന്റെ രംഗത്തിലാണ്. രണ്ട് ഗ്രൂപ്പും മുശ്രിക്കാണ് നാം മുജാഹിദ് പറഞ്ഞത്. അപ്പൊ സുന്നികൾ ഈ ഗ്രൂപ്പിന്റെ പേരിൽ ആരും മാറി നിൽക്കേണ്ട. പുറത്ത് നിൽക്കുന്നുണ്ടോ, എന്റെ പേരിൽ നിൽക്കുന്നുണ്ടോ, ഇതിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രണ്ട് ഗ്രൂപ്പും കാഫിറാണ് എന്നിട്ട് പറയുന്നത് കേട്ടോളൂ. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ മുന്നോട്ട് പോവില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫിറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷ അല്ല. മുശ്രിക്കിന്റെയും കാഫിറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. കണ്ടോ, മുശ്രിക്കിന്റെ കാഫിറിന്റെ കൂടി ശിക്ഷ അനുഭവിക്കാൻ കഴിയുന്ന കാര്യമാണ് സുന്നിയാവുക എന്നുള്ളത്. നിരീശ്വരവാദിയായാൽ ഒരു ശിക്ഷയെ വേണ്ടതുള്ളൂ. ഏതാണിത് തൗഹീദ്? എവിടുന്ന് കിട്ടിയ തൗഹീദാണ്? മുജാഹിദുകളെ ഖുർആനിലുണ്ടോ ഈ തൗഹീദ്? ഹദീസിലുണ്ടോ ഈ തൗഹീദ്? നിങ്ങൾ ചിന്തിക്കണം. ഇത് ഇസ്ലാമാണോ? ഇത് ഖുർആനാണോ? ഇത് സുന്നത്താണോ? മുജാഹിദുകളുടെ വിവരമില്ലാത്ത മൗലവിമാർ കെട്ടിയുണ്ടാക്കിയ നിർമ്മിച്ചുണ്ടാക്കിയ തൗഹീദ്, ഈ ജീർണിച്ച തൗഹീദിലാണ് സാധുക്കളായ മുജാഹിദുകളെ നിങ്ങളൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ളത്. നിങ്ങളൊക്കെ രക്ഷപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഇസ്ലാമാണോ? ഇത് തൗഹീദാണോ? സഹോദരന്മാരെ, ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് അകറ്റുകയും മുർത്തദ്ദായി കാഫിറായി മുശ്രിക്കായി മുദ്ര കുത്തുകയും ചെയ്ത മുജാഹിദുകൾ പിന്നെ മുസ്ലിമാണെന്ന് പറയുന്നത് ആരെന്നറിയോ? അതുകൂടി ഞാൻ കേൾപ്പിച്ച് ഞാൻ ഈ ഭാഗം നിർത്താം. എന്താ? നമ്മുടെ നാട്ടിലെ ബാലനും രാമനും ഒക്കെ മുസ്ലിമാണ്. ബാലനും രാമൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവില്ലേ? നമ്മുടെ രാജ്യത്തുള്ള അമുസ്ലിമീങ്ങൾ നമ്മളും അവരും സൗഹാർദ്ദപരമായി കഴിയുന്നവരാണ്. അല്ലാഹു ശാന്തിയും സമാധാനവും നമുക്ക് നിലനിർത്തി പെരുമാറാവട്ടെ. അങ്ങനെയുള്ള ബാലേട്ടനും രാമേട്ടനും അവരൊക്കെ ഹിന്ദു സമുദായത്തിലെ ആളുകളാണെന്ന് അവർക്കറിയാം, നമുക്കും അറിയാം. പക്ഷെ മുജാഹിദ് പറയുന്നു അങ്ങനെയൊന്നുമല്ല, ബാലേട്ടനും രാമേട്ടനും ഒക്കെ മുസ്ലിമാകുന്നു. ഏതാത് തൗഹീദ്? ഏതാ ഇത് മതം? ഏത് കാര്യത്തിലത് പറഞ്ഞത്? കേട്ടോളൂ, നിങ്ങളെ നേതാവ് പറയുന്നത് വെച്ചു കൊടുക്കുക. അയാൾ പറയട്ടെ. കാഫിറൂൻ എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞ ആരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്ന് ചോദിക്കും. നമ്മൾ മീമോ കാഫോ. സത്യത്തിൽ ചോദിക്കുന്നവനായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ, കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ, ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പോഴറിയങ്ങള്
അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം. അപ്പേ അയാൾ കാപ്പറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാപ്പറാവില്ല എന്ന്. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാപ്പറാവില്ല എന്ന്. ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവൂല. നമ്മുടെ നാട്ടിലെ ബാലേട്ടനും രാമേട്ടനൊന്നും കാഫിറാവൂല. ഇത് മുജാഹിദുകളാണല്ലോ ഇയാൾ പറയുന്നത്. പറയുമ്പോ മുജാഹിദുകളെ തുറച്ചു നോക്കുക ഇയാളെ. പടച്ചോനെ എന്ത് തൗഹീദാ ഇയാൾ ഈ പറഞ്ഞത്? ഞങ്ങൾ ഒരുപാട് തൗഹീദ് കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ തൗഹീദ് ആദ്യമാണല്ലോ. ഞങ്ങൾ ഈ മൗലവി പ്രസംഗിക്കാൻ വരുന്നതിന്റെ മുമ്പ് കഴിച്ചത് ചായന്നല്ല റബ്ബേ. മുജാഹിദ് സംശയിക്കുകയാണ്. അപ്പൊ ഇയാൾ പറയാണ് ഇത് പുതിയ ദീപനാണ്, നിങ്ങൾ കരുതണ്ട, എന്റെ കയ്യിൽ അബദ്ധം പറ്റിയതാണെന്നും കരുതണ്ട, പിന്നെ ഇതാത്ത തൗഹീദാകുന്നു. കേട്ടോളൂ. പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. എങ്ങനെയുണ്ട്? അപ്പൊ കണ്ടോ, ഇത് അബദ്ധമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. എന്ത്? ബാലേട്ടനും രാമേട്ടനും ഒക്കെ മുസ്ലിമാകുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നു എന്നാ പറയുന്നത്. ഏതാത് തൗഹീദ്? ഏതാത് മതം? നമ്മുടെ നാട്ടിലെ ബാലനും രാമനും ഒക്കെ മുസ്ലിമാണത്രേ. മുജാഹിദുകളെ, നിങ്ങൾ ഈ ജീർണിച്ച തൗഹീദ് മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല. ഇത് ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല, അബദ്ധം പറഞ്ഞു പോയതല്ല. ഇയാൾ മറ്റൊരു പ്രസംഗത്തിൽ പറഞ്ഞു നോക്കുന്നത് യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാകുന്നു. കേട്ടോ അയാൾ പറയുന്നത് വെച്ചെടുത്തോ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമേ. മൊയ്തീൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമേ. മൊയ്തീൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്നൊരു ബാലേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞാല് അയാൾ യഥാർത്ഥ മുസ്ലിമായി. എങ്ങനെയുണ്ട്? ഏതാത് തൗഹീദ്? 2ാം ക്ലാസ്സിലെ മദ്രസയിൽ പോയവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? അവർക്ക് പറയാൻ കഴിയും ഇത് തൗഹീദാണ്, ഇയാൾ മുസ്ലിമാണ്. എന്ത് മതമാണ് ഇവർ ഈ പറയുന്നത്? ഒരു ബാലേട്ടൻ കാലിൽ ചെരുപ്പും കൂടി ചെരുപ്പായ മനുഷ്യനയാൾ ഇങ്ങനെ നടന്നു പോവാം. അപ്പോഴാണ് ഭയങ്കരമായ വർഷക്കാരല്ലേ ഒരു ഇടി പൊട്ടി, ഭയങ്കര ശബ്ദം. അയാൾ അറിയാതെ പറഞ്ഞു പോയി ദൈവമേ രക്ഷിക്കണേ. അത് മുജാഹിദിന്റെ മൗലവി കേട്ടു. കേട്ടപ്പോ തന്നെ മൗലവി പറഞ്ഞു ബാലേട്ട വേം വരി ഞങ്ങളെ പള്ളിയിൽ നിങ്ങൾ മുസ്ലിം നയിക്കുന്നു പറഞ്ഞു. അപ്പൊ ബാലേട്ടൻ പറഞ്ഞു ഞാൻ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ മുസ്ലിം ഒന്നും ആയിട്ടില്ല, ഞാൻ ഹിന്ദു തന്നെ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ മുസ്ലിമായി, നിങ്ങളെ ഞാൻ വലിച്ചു കൊണ്ടുപോയി പള്ളിയിലേക്ക് എന്നാ പറയുന്നത്. എന്ത് തൗഹീദാണിത്? ഈ ബാലേട്ടൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയാൽ മുസ്ലിമാണോ? തൗഹീദാണോ? എടോ, ഇത് ഏത് തൗഹീദാ? ഏത് മതത്തിലാ ഇത് പറഞ്ഞത്? ഏത് ഖുർആനിലാ ഇത് പറഞ്ഞത്? ഏത് സുന്നത്തിലാ ഇത് പറഞ്ഞത്? മുജാഹിദ് പഠിപ്പിക്കുന്ന തൗഹീദാണിത്. ഈ രാജ്യത്തുള്ള വിശ്വാസികൾ ഇത് വിലയിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, അപ്പൊ കാഫിറാക്കുക മുശ്രിക്കാക്കുക ഞങ്ങളോട് പറയേണ്ടതല്ല, അത് മുജാഹിദ് ആഫീസിലേക്ക് കാളം കെട്ടി പറഞ്ഞോളി. നമ്മുടെ വിഷയം അതല്ല, ഞാൻ വിട്ടുപോയിട്ടില്ല. ജാറങ്ങളിലേക്ക് പോകുന്നവൻ എന്ത്? അള്ളാഹുവാണ് എല്ലാ ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവൻ, അവനാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ജാറങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന പരിപാടി ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പോയാൽ അവൻ മുശ്രിക്കാണ്, അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ ജൂതനാണ്. ജൂതന്മാരുടെ സ്വഭാവമാണത്, മുസ്ലിങ്ങളുടെ സ്വഭാവമല്ല എന്ന് പറയുന്ന ഇസ്ലാഹി മാസിക അതാണ് എന്റെ കയ്യിൽ കാണുന്നത്. ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ചോദ്യകർത്താവിനോട് ഉന്നയിച്ചത്. എന്ത്? അല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കലിൽ പോയി ബറക്കത്തെടുക്കുകയും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പോവുകയും ചെയ്തല്ലോ. ഇമാം ഷാഫി മുശ്രിക്കായോ? കാഫിറായി പോയോ? പറയണം നിങ്ങൾ. ഇമാം ഇബ്നു തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ്, ഇമാം ബുഖാരിയുടെ ഉസ്താദ് മഹാനവറുകൾ ജാറത്തിങ്കലിൽ പോകുന്നു. കഴിഞ്ഞില്ല. ലോകം കണ്ട ഇമാമുകൾ, ഇമാം ഗസ്സാലി തന്റെ ഇഹ്യാഉൽ രേഖപ്പെടുത്തി വെക്കുന്നു, ജാറത്തിങ്കലിൽ പോകണം, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം. അത് ശിർക്കല്ല, അത് തൗഹീദാകുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യയിൽ 235 പേജ് 1-ാമത്തെ വാല്യത്തിൽ വിശദീകരിക്കുന്നു. മുജാഹിദ് പറയുന്നതോ അങ്ങനെ പോകുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്. ഞാൻ ചോദിക്കുന്നു, ഇമാം ഗസ്സാലി മുശ്രിക്കായോ? ഇമാം ഗസ്സാലി കാഫിറായോ? ഇമാം നവവി ഹിജ്റ 676 വഫാത്തായ പണ്ഡിതൻ, ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ, 2ാം ശാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ, തന്റെ വിശ്രുതമായ അൽ മജ്മൂ എന്ന് പറയുന്ന ഗ്രന്ഥം ഇതിന്റെ 202-ാമത്തെ പേജ് 8-ാമത്തെ വാല്യത്തിൽ രേഖപ്പെടുത്തി വെച്ചു. ആരംഭ റസൂൽ വഫാത്തായതിനു ശേഷം അവിടുത്തെ ഖബർ ശരീഫിന്റെ അരികിൽ ചെല്ലണം. അവിടെ ചെന്ന് പറയേണ്ടത് എന്താണ്? റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നിൽക്കണം. ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിലേക്ക് മുഖത്തേക്ക് റസൂലിന്റെ
മുഖത്തേക്ക് തിരിഞ്ഞു നിൽക്കണം, കഅബയിലേക്ക് തിരിഞ്ഞിട്ടല്ല നിൽക്കേണ്ടത്. എന്നിട്ടോ അവിടെ ചെയ്യേണ്ട പരിപാടി എന്താ? വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി, അവിടെ വെച്ച് തവസ്സുൽ ചെയ്യണം. ഇമാം നബവി മുശ്രിക്കായോ? ഇമാം നബവി കാഫിറായോ? തവസ്സുൽ ചെയ്താൽ, ജാറത്തിങ്കലിൽ പോയി തവസ്സുൽ ചെയ്താൽ അവൻ കാഫിറാണ്, ശിർക്കാണത്, വ്യക്തമായ ശിർക്കാണ്. മുജാഹിദിന്റെ KNM പ്രസിദ്ധീകരിച്ച വിശ്വാസകാര്യങ്ങൾ എന്ന പുസ്തകത്തിൽ പറയുന്നു. ഇമാം നബവി പറയുന്നതോ ആരംഭ റസൂലിന്റെ ജാറത്തിങ്കലിൽ ചെന്ന് തവസ്സുൽ ചെയ്യണം. വയസ്തശ്ഫിഉ ബിഹി, ആരംഭ റസൂലിനോട് ശഫാഅത്ത് തേടുകയും വേണം. അത് സുന്നത്താകുന്നു, അത് പുണ്യകർമ്മമാകുന്നു. കേരളത്തിലെ KNM പ്രസിദ്ധീകരിച്ച വിശ്വാസകാര്യങ്ങൾ എന്ന ഈ പുസ്തകത്തിൽ പറയുന്നതോ അത് വ്യക്തമായ ശിർക്കാകുന്നു, ശഫാഅത്ത് തേടാൻ പാടില്ല. എങ്കിൽ ഇമാം നബവി മുശ്രിക്കായോ? ഇമാം ഗസാലി മുശ്രിക്കായോ? കാഫിറായോ? നാം ചിന്തിക്കേണ്ടതല്ലേ? എന്തിന്? ഗൗസുൽ ആലം ശൈഖ് ജീലാനി തങ്ങളുടെ കിതാബാണിത്, ഉന്നത്തു താലിബീൻ എന്ന ഈ ഗ്രന്ഥം. ഇതിൽ പറയുന്നത് എന്താ? ആരംഭ റസൂലിന്റെ ഖബർ ശരീഫിന്റെ അരികിലെത്തിയാൽ ഇതിന്റെ 36-ാമത്തെ പേജിൽ പറയുന്നു, അവിടെ ചെയ്യേണ്ട കാര്യം എന്താ? റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കലിൽ ചെന്ന് പറയണം, യാ റസൂലല്ലാഹ്, ആരംഭ റസൂലിനെ വിളിക്കണം. ഖബറിൽ മറവെട്ടി കിടക്കുന്ന വഫാത്തായ റസൂലുള്ളാഹിനെ വിളിക്കണം. വിളിച്ചുകൊണ്ട് പറയണം, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിഹി, നബിയേ തങ്ങളെ മുഖേന ഞാൻ എന്റെ അല്ലാഹുവിലേക്ക്, റബ്ബിലേക്ക് മുന്നിടുന്നു നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ വിളിക്കണം. എന്നിട്ട് റസൂലിനെ തവസ്സുലാക്കി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിഹി അൻ തഗ്ഫിറ ലീ, പടച്ചവനെ റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, എനിക്ക് പൊറുത്തു തരണേ. റസൂലുള്ളാഹിന്റെ ഹക്ക്, ജാഹ്, ബറക്കത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് വ്യക്തമായ ശിർക്കാകുന്നു. KNM പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ പറയുന്നു. ഗൗസുൽ ആലം ശൈഖ് ജീലാനി പറയുന്നതോ അത് തൗഹീദാകുന്നു. മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം? ഇമാം നബവി പറഞ്ഞത്, ഇമാം ഗസാലി പറഞ്ഞത്, ഇമാം ഗൗസുൽ ആലം ശൈഖ് ജീലാനി പറഞ്ഞത്, ഇമാം ഇബ്നു ഖുദാമ പറഞ്ഞത് എല്ലാം എന്റെ കൈവശമുണ്ട്, വീണ്ടും പോകുന്നത് ഭയപ്പെടുകയാണ് ഞാൻ. അവരൊക്കെ പറയുന്നു ജാറത്തിങ്കലിൽ ചെന്ന് ഇപ്രകാരം ചെയ്യണം. അത് സുന്നത്താണ്, അത് പുണ്യകർമ്മമാണ്, അത് തൗഹീദാണ്, അത് ശിർക്കല്ല. വിവരമില്ലാത്ത മൗലവിമാർ എഴുതി വെക്കുന്നു അവരുടെ പ്രസിദ്ധീകരണത്തിൽ അത് ജൂതന്മാരുടെ സ്വഭാവമാണ്, ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ്, മുശ്രിക്കുകളുടെ സ്വഭാവമാണ്, അത് തൗഹീദല്ല, അത് ഇസ്ലാമല്ല. മുസ്ലിമീങ്ങളായ നമ്മൾ ഏത് വിശ്വസിക്കണം? മുജാഹിദ് പറയുന്നതിന്റെ പിന്നിൽ നിൽക്കണോ? പർവ്വത സമാനരായ പണ്ഡിത മഹത്തുക്കൾ, ഇമാം ഷാഫിയെ പോലുള്ള, ഇമാം അഹ്മദ്, ഇമാം അബൂ ഹനീഫയെ പോലുള്ള, ഇമാം ഇബ്നു ഖുദാമയെ പോലുള്ള, ഇമാം ഇബ്നുൽ മുൻകദിറിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ, അവർ പറഞ്ഞതിന്റെ കൂടെ നിൽക്കണോ? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിൽ നിന്ന് വിട്ടിട്ടില്ല. ഇതിനെക്കുറിച്ചൊരു തീരുമാനം നിങ്ങൾ പറയുക തന്നെ വേണം. ഇസ്ലാഹ് മാസികയുടെ പോരിശ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ചോദിക്കേണ്ടി വന്നത്. പറയണം നിങ്ങൾ. ബൈക്ക് കൊടുക്ക്. ഞാൻ ചോദിച്ചത്, ഇവിടെ ഉസ്താദ് നേരത്തെ പറഞ്ഞത് കൊടിയിൽ നിന്ന് ബർക്കത്തെടുക്കുന്നത് തെറ്റല്ല എന്ന്, അതിന് ഹദീസ് വേണമെന്ന് അത് പറഞ്ഞിട്ടില്ല. ഒന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷണമായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫാത്തിമ നീ പരലോക ചിന്തയെ കൂടുതലായി ഓർമ്മിക്കണം, എന്നിട്ട് നീ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഫാത്തിമ ഞാൻ മരണപ്പെട്ടു പോയതിനു ശേഷം എന്റെ സിയാറത്ത് ചെയ്ത് എന്നെ ദുആ ചെയ്തോ ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? തെളിവ് പറയാം. അതെ, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഇപ്പൊ ഷാഫി ഇമാമ് ജാറത്തിങ്കലേക്ക് പോയത് ശിർക്കാണോ കുഫറാണോ? ഷാഫി ഇമാമ് മുശ്രിക്കാണോ കാഫറാണോ? അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയുന്നത് ഇത് രണ്ടിനും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. ഏത് കൊടിയിൽ നിന്ന് ബറക്കത്തെടുക്കാൻ, ഞാൻ പറഞ്ഞു കേൾക്കണം, കൊടിയിൽ നിന്ന് ബറക്കത്തെടുക്കാൻ പറ്റുമോ പറ്റൂല? ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ തെളിവുദ്ധരിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല, ഉറപ്പാണ്. അതേ അവസരത്തിൽ അതുപോലെ തന്നെ ഫാത്തിമ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിനെ നീ ചോദിച്ചോ, അടുത്തു വന്നോ ചോദിച്ചോ എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചോതിന്റെ രണ്ടിനും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല, ഞാൻ പറയുന്നു. നിങ്ങൾ ഇത് ഒരു കാര്യം തെളിയിക്കണം. നിങ്ങൾ ഇസ്ലാം മാസികയുടെ പോരിശ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെ കാണാകാഴ്ചകൾക്ക് മറുപടി എഴുതിക്കൊണ്ടിരിക്കുന്ന മാസികയാണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞു. ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞതെന്താ? ആരംഭ റസൂൽ ഉൾപ്പെടെയുള്ള മഹാത്മാക്കളുടെ മക്ബറയിൽ ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി തേടിപ്പോകുന്നവൻ മുസ്ലിമല്ല, കാഫിറാണ്, മുശ്രിക്കാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾ ഇസ്ലാഹ് മാസികന്റെ വാഹകനാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഉന്നയിക്കുന്നത്, ഇമാം ഷാഫി മുശ്രിക്കായോ, ഇമാം ഇബ്നുൽ മുൻകദിർ മുശ്രിക്കായോ, ഇമാം നബവി മുശ്രിക്കായോ, ഇമാം ഗസാലി മുശ്രിക്കായോ, ഗൗസുൽ ആലം ശൈഖ് ജീലാനി മുശ്രിക്കായോ, ഇമാം ഇബ്നു ഖുദാമ മുശ്രിക്കായോ, അബൂ ഹനീഫ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയതുകൊണ്ട് മുശ്രിക്കായോ കാഫിറായോ? നിങ്ങൾ പറയണം. പറയ്.
ഉസ്താദ് ഇവിടെ പറഞ്ഞ കാര്യങ്ങള് നമ്മളുമായിട്ടുള്ള സംവാദ വേദിയിൽ ഉസ്താദ് തൊടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഉസ്താദ് ഇതേ ചോദ്യം തന്നെ സംവാദ വേദിയിൽ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദ് ഒരുപാട് നമ്മളെ സക്രിയ സുലയായിട്ടുള്ള സംവാദ വേദിയിൽ മുശ്രിക്കാണോ കാഫിറാണോ അത് അവിടെ വെച്ചോ മുജാഹിദുകാർ പറയുന്നതാണ് നമുക്കാരെയും കാഫിറാക്കേണ്ടയോ മുശ്രിക്കാക്കേണ്ടയോ കാര്യമില്ല. ഒന്ന്, ഞാനിവിടെ വന്നത് എന്റെ ചോദ്യത്തിന് ഉത്തരമാണ്, അല്ലാതെ ഞാൻ ഇന്നാള് കാഫിറാണ്, ഞാൻ പേര് ചൂണ്ടിട്ട് ഇന്നാള് കാഫിറാണെന്ന് പറയേണ്ട കടമ എനിക്കില്ല. ഒന്നാമത്തെ കാര്യം, എനിക്കതിന്റെ അവകാശമല്ല. എന്റെ ചോദ്യത്തിനാണ് മറുപടി. ഞാൻ അല്ലാതെ രണ്ട് ചോദ്യമുണ്ട്. ആ രണ്ട് ചോദ്യം ഞാൻ മറുപടി പറയുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞതിന്റെ ആകത്തുക എന്നോട് ഇസ്ലാഹി മാസിക വായിക്കണമെന്ന് അതിന്റെ പോരിഷ പറഞ്ഞ ഇയാൾക്ക് ഇപ്പൊ ഉത്തരമില്ല. പക്ഷെ ഇവിടെ വിഷയം എന്താ? ഇസ്ലാഹി മാസികയുടെ പോരിഷ പറഞ്ഞ ഇയാൾ ഇപ്പൊ മെല്ലെ യുക്തിപൂർവ്വം പിന്തിരിയുകയാണ്. ബുഡൂല ഞാൻ പിടിച്ചു വെക്കും നിങ്ങളെ നിങ്ങളെ മുജാഹിദ് മൗലവരെ മുഴുവനും ഞാൻ പിടിച്ചു വെക്കും. എന്താ കാരണം എന്നറിയോ? ഇസ്ലാഹി മാസികയുടെ പോരിഷ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇസ്ലാഹി മാസിക പറഞ്ഞത് ഖുർആൻ വിരുദ്ധ ആശയമാണ് എന്ന് പച്ചയായി ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന് മറുപടി പറയണം. കാരണം എന്താ? ജാറങ്ങളിലേക്ക് ആഗ്രഹ സഫലീകരണത്തിൽ പോയവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് മുജാഹിദ് പറയുന്നു. നിങ്ങൾ പറഞ്ഞ ഇസ്ലാഹി മാസിക പറയുന്നു എങ്കിൽ ഖുർആൻ പഠിച്ച ഇമാമുകൾ, ലക്ഷക്കണക്കായ ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാമുകൾ ജാറത്തിങ്കലേക്ക് പോകുന്നു, അവിടെ വെച്ച് ബറകത്തെടുക്കുന്നു, അവിടെ വെച്ച് ദുആ ചെയ്യുന്നു. അവരൊക്കെ മുശ്രിക്കായോ കാഫിറായോ? പുതിയ ദുർവ്യാഖ്യാനം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കത് സന്തോഷമുള്ള കുറച്ച് മറുപടികൾ കേൾക്കണം. സഹോദരന്മാരെ, അവര് മുശ്രിക്കായോ കാഫിറായോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. അപ്പൊ അവരൊന്നും മുശ്രിക്കല്ലെങ്കിൽ, അവരൊന്നും കാഫിറല്ലെങ്കിൽ, അവരൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരല്ലെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളും കാഫിറാകൂല. ഇതാ ഞങ്ങൾ പറയുന്നത്. അപ്പോഴാ നിങ്ങൾ പറയും ഞങ്ങൾ കാര്യം കാഫിറാക്കാൻ തയ്യാറല്ല. അങ്ങനെ നിങ്ങൾ മുഖാമുഖം ഇരുന്ന് ചർച്ച ചെയ്യുമ്പോ നിങ്ങൾ ഞങ്ങൾ കാഫിറല്ല എന്ന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. അതാ ഞങ്ങൾ ഇവിടെ കാണുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളില്ലാത്ത വേദിയിൽ വെച്ച് നിങ്ങൾ പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചില്ലേ, ഞങ്ങളെ പാളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുക, എന്നിട്ട് പറയാ ക്രിസ്ത്യാനികളെ പോലെ മുശ്രിക്കാണ്, വിഗ്രഹ ആരാധകരാകുന്നു, നോമ്പറുണ്ടെങ്കിൽ വിഗ്രഹമാകുന്നു, അവർ ആരാധിക്കുന്നവരാണ് സുന്നികൾ എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞിട്ട് അത് പച്ചയായി അണ്ണാക്ക് തൊടാതെ വിഴുകി വന്ന നിങ്ങൾ ഇവിടെ വെച്ച് പറയുന്നു നിങ്ങൾ മുശ്രിക്കാണോ കാഫിറാണോ, ഷാഫിമാ മുശ്രിക്കാണോ കാഫിറാണോ എന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. അങ്ങനെ വരട്ടെ. അതന്നെയാണ് ഞങ്ങളുടെ മുഖാമുഖത്തിന്റെ നേട്ടവും. അതിനാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന ഈ ആശയങ്ങൾ ഇത് വിഷലിപ്തമാണ്, ഇത് തൗഹീദല്ല, ഇത് ഇസ്ലാമി പരിചയമുള്ള തൗഹീദല്ല, പൂർവികർ പഠിപ്പിച്ച തൗഹീദല്ല. ഇത് മൗലവിമാര് ഉണ്ടാക്കിയ കാറ്റുകെട്ടി ഉണ്ടാക്കിയ ഒരു ഏടാക്കൂട കമ്പനിയാണ്. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഞാൻ നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയാം. എന്താണ്? അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങൾ കാഫിറാക്കിയിട്ടില്ല. അതതിന്റെ ഇടയ്ക്ക് നിങ്ങൾ മറന്നു പോകരുത്. സുഖത്തിന് നേരത്തെ പറയുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ കാഫിറാക്കിയത് ഇങ്ങനെ പറയുമ്പോൾ ചോദ്യം മുട്ടുമ്പോൾ പറയും ഞങ്ങൾ ആരും കാഫിറാക്കിയിട്ടില്ല. ഇയാൾ മുജാഹിദിന്റെ ആളുകളാ നേരത്തെ സുന്നികളെ കുറിച്ച് വിഗ്രഹാരാധകരാണ്, കാഫിറാണ്, ക്രിസ്ത്യാനികളെ പോലെയാണെന്ന് പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു. രണ്ട് ഗ്രൂപ്പിന്റെ ആൾക്കാരും പറഞ്ഞത് എന്റെ കയ്യിലുണ്ട്, ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദുകൾ ആളുകളെ നേർക്ക് നേരെ കാണുമ്പോൾ കാഫിർ മുശ്രിക്ക് എന്ന് പറയാൻ മടി. ഒറ്റക്ക് കിട്ടുമ്പോ അങ്ങനെ പോസ്റ്റിൽ അടിക്കന്നെ, ഗോൾ അടിക്കന്നെ, കാഫിറുകൾ മുശ്രിക്കുകൾ, അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കുകൾ. നല്ല സുഖമുള്ള പരിപാടിയാ. ആൾക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ നേർക്ക് നേരെ മുട്ടുമ്പോ സംഗതി ഒന്നിങ്ങനെ മുറിഞ്ഞ് ഓരോന്നോരോന്ന് മുറിഞ്ഞ് മുറിഞ്ഞ് അങ്ങനെ പോകുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മഹാത്മാക്കളുടെ ജാറത്തിങ്കലിൽ പോകുന്നതോ തവസ്സുൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇസ്തിഗാസ തേടുന്നതോ ശഫാഅത്ത് തേടുന്നതോ ശിർക്കല്ല, കുഫ്റല്ല. ആരാത് പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാമുകൾ, ഖുർആൻ പഠിച്ച ഹദീസ് പഠിച്ച ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. അവർക്ക് ഹദീസ് അറിയാത്തവരല്ലല്ലോ, ആയത്തറിയാത്തവരല്ല. അവരൊക്കെ പഠിപ്പിച്ച തൗഹീദിലാണ് ഞങ്ങളുള്ളത്. അവരെ പുറംകാലുകൊണ്ട് ചവിട്ടി മതിക്കുകയും എന്നിട്ട് ജാറങ്ങളിൽ പോകുന്നവൻ മുശ്രിക്കാണ് കാഫിറാണെന്ന് പറയുകയും ചെയ്യുക. അപ്പോ ഇങ്ങനെ പോയ ഷാഫി ഇമാം മുശ്രിക്കാണോ, അതനുസരിച്ച് പോകുന്ന ഞങ്ങൾ മുശ്രിക്കാണോ എന്ന് നേർക്ക് നേരെ ചോദിക്കുമ്പോൾ നിങ്ങൾ മുശ്രിക്കാന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. അങ്ങനെ ഇങ്ങോട്ട് വരട്ടെ. ഓരോന്നും ഇങ്ങനെ തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തും ചെയ്തത്. ഞങ്ങളുടെ പരിപാടി പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ട് നല്ല നേട്ടമുണ്ട്, നല്ല മെച്ചമുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇയാൾ ചോദിച്ചൊരു ചോദ്യം എന്താ? ചോദിച്ചൊരു ചോദ്യം റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന
പറയുന്നതിന് മുമ്പ് എന്തേ റസൂൽ പറയാഞ്ഞത്? എന്ത് ഫാത്തിമ ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികിൽ നീ വരണം, വന്നിട്ട് ഇങ്ങനെ ചോദിക്കണം എന്നെന്തേ പറയാഞ്ഞത്? ഓ വല്ലാത്തൊരു ചോദ്യം, ആനത്തലയോളം വലുപ്പമുള്ള ചോദ്യമാണ് അപ്പൊ ഇയാൾക്ക് എഴുതിയത്. ഇത് അരസിമ മുത്തലുണ്ടെന്നാക്കി എഴുതിയത്. മഹാപരമ്പര വിഡിത്താണിത്, അപ്രസക്തമായ ചോദ്യമാണിത്. എന്താ കാരണം അറിയോ? ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ഖുർആൻ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണിത്, ഹദീസ് കൊണ്ട് ഒക്കെ ഞാൻ തെളിയിച്ചതാ, പിന്നെ റസൂൽ ഇങ്ങനെയും കൂടി പറയണം എന്ന് വന്ന എവിടുന്ന് കിട്ടിയത്? അങ്ങനെ മതമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട്, ഫാത്തിമ ഞാൻ മരിച്ചാലും മരിച്ചില്ലെങ്കിലും നീ എല്ലാ ദിവസവും റമളാൻ മാസം 30 ദിവസം മുഴുവനും നോമ്പ് അനുഷ്ഠിക്കണേ എന്ന് 5 വക്ത് നിസ്കാരം കൃത്യമായി, അതും അതിന്റെ ശേഷവും മുമ്പുള്ള സുന്നത്ത് റവാത്തിബുകളും നീ നിർവഹിക്കണമേ എന്ന് റസൂലുള്ള ഫാത്തിമ ബീവിയോട് പറഞ്ഞൊരു ഹദീസ് കാണിച്ചു തരാൻ പറ്റും? എന്താ എവിടുന്നായി വരുന്നത്? അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിലേ അത് സ്ഥിരപ്പെടുന്നു. എവിടെ പറഞ്ഞത്? അത് ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തതുകൊണ്ട് പറയാ. ഇസ്ലാമിന്റെ നിയമം എന്താ? തജിബു സ്വലാത്തു അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാകും. അപ്പൊ ഒരാൾ ചോദിക്കുക തിരുവനന്തപുരത്തേക്ക് നിസ്കാരം നിർബന്ധമാണ് എന്ന് ഏത് ഹദീസിലുള്ളത് എന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ടോ? ഹദീസിലൊന്നും ആയത്തിലൊന്നും തിരുവനന്തപുരത്തേക്ക് നിസ്കാരം നിർബന്ധമാണെന്നുള്ള ഒരു ഹദീസില്ല, ഒരു ആയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കേണ്ട നരകത്ത് കണ്ട് പോയിക്കോളി എന്ന് പറയല്ലാതെ വേറെ ഒരു മാർഗമില്ല. കാരണം ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, ഹദീസ് പറഞ്ഞ് പൊതുവാണ്. അത് തിരുവനന്തപുരത്തേരും പെട്ടു, അല്ലാത്തവരും പെട്ടു. ഫാത്തിമാവയും പെട്ടു, അല്ലാത്തവരും പെട്ടു. ഫാത്തിമ നീ എന്റെ ഖബറിന്റെ അരികിൽ ഞാൻ മരിച്ചതിന് ശേഷം എന്നാലേ ഒരു നിയമം ഉണ്ടാവും. എവിടെ ഉള്ളത്? എന്നാ നിങ്ങൾക്ക് ഖബറവിടെ നിൽക്കട്ടെ, 5 വക്ത് നിസ്കാരത്തിന്റെ ഒരു ഹദീസ് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? നോമ്പിന്റെ ഹദീസ് നിങ്ങൾ 3 മുസാവറ ചെയ്തിട്ട് മറുപടി പറഞ്ഞോളൂ, നമുക്ക് കുഴപ്പമില്ല, പക്ഷെ പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം എന്നാ പറയാനുള്ളത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? ഫാത്തിമ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശേഷം നീ എന്ത് ചെയ്യണേ? 5 വക്ത് നിസ്കാരം സുന്നത്തും കൃത്യമായി നിർവഹിച്ചെങ്കിലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. 5 വക്ത് നിസ്കാരത്തിന്റെ സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നോമ്പ്. ഇങ്ങനെ ഫാത്തിമ ബീവിയോട് സ്വന്തമായി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു ഹദീസ് കാണിച്ചു തരാൻ പറ്റുമോ? എവിടെയില്ല. വെറുതെ ഇല്ലാത്ത ഓരോ കെട്ടിക്കുടുക്കുണ്ടാക്കുക. അതുകൊണ്ടൊന്നും തൽക്കാലം രക്ഷപ്പെടാൻ പോകുന്നില്ല. അതൊന്നും ഞങ്ങളെ മുമ്പിൽ, വിവരമുള്ളവരുടെ മുമ്പിൽ നടക്കൂല. എന്തുകൊണ്ട്? ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ പ്രമാണമുണ്ടോ? ഖുർആനുണ്ടോ? ഹദീസുണ്ടോ? ഇജ്മാഉണ്ടോ? ഖിയാസുണ്ടോ? ഇതിൽ ഫാത്തിമ ബീവിയോട് സ്വന്തം പറയണം, എന്നോട് റസൂൽ സ്വന്തം പറയണം. അതൊക്കെ അവനവന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇസ്ലാമിലെ പ്രമാണങ്ങളുള്ള അറിയുന്ന ആളുകളോട് പറയാൻ പാടില്ല. നിങ്ങൾ ഒരാൾ പറയാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്, എന്നാൽ 5 വക്ത് നിസ്കാരം സുബ്ഹി, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ 5 നിസ്കാരത്തിന്റെ പേരാ. ഈ 5 വക്ത് നിസ്കാരത്തിന്റെ പേര് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു ആയത്തിന് കാണിച്ചു തരാൻ കഴിയുമോ? അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല എന്ന് ഉറപ്പല്ലേ? 5 വക്ത് നിസ്കാരത്തിന്റെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പല്ലേ? അങ്ങനെ ഒരു ആയത്തുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ആയത്തില്ല, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കൂല. കാരണം ഖുർആനിൽ അങ്ങനെ ഒരു ആയത്ത് 5 വക്ത് നിസ്കാരത്തിന്റെ കഥ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ തൗഹീദ് അടുപ്പ് കൊണ്ടുപോയി കുഴിച്ചിടാന്നല്ലാതെ മുസ്ലിം സമുദായത്തിന് ആവശ്യമില്ല. അത് 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്, അതിന് ഖുർആനിൽ തെളിവുണ്ട്. പക്ഷെ ഈ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു നിസ്കാരം ഇല്ലാന്ന് കിട്ടുമോ? ഇതൊക്കെ ബാലിശമാണ്, ദുർബലമാണ്. അത് 8 കാലിയുടെ വലയേക്കാളും ദുർബലമായ വാദമാണ്. പക്ഷേ കാര്യങ്ങളുടെ വസ്തുത മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നു. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോ മഹദിയായ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആരംഭ റസൂലിനെ വിളിച്ച് തേടിയോ? തേടിയിട്ടുണ്ട്. ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടില്ല. ഞാൻ പറയാം, കേട്ടോളൂ. നിങ്ങൾക്ക് മതമറിയില്ല, വിവരമുള്ളവരെ നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഈ മുഖാമുഖത്തിൽ വെച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അവിടെ വെച്ച് ബഹുമാതിയായ ഫാത്തിമ ബീവി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടെ വെച്ച് പറയുന്നത് എന്താണ്? ദീർഘമായ വരികളാണ്. ഞാൻ എല്ലാം കൂടി പറയുന്നില്ല, പ്രസക്ത ഭാഗം പറയട്ടെ. ഹബീബി മുഹമ്മദി ഇമാമിൽ ബറായ ഖൈരി കുല്ലിൽ ഖലീഖതി. ആരംഭ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സങ്കടത്തോടെ അവിടത്തേക്ക് ബോധിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, വാസ്കോ ഇലൈഹി വജ്ദ വസ്സഖ്മ വൽ ജവാ ലിയർസിലി ഹാലിഫി ഹവാ വസിബാബതി وأنشوده يا خير من باطئ الثرى ويا خير مرسول إلى خير أمتي بحق
بحقك كل في معادي شافيا فأنت غياثي في أماني وشدتي. ആരംഭ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ പ്രയാസങ്ങളും എന്റെ രോഗങ്ങളും എന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇതാ ഞാൻ തങ്ങളിലേക്ക് ആവലാതി പെടുന്നു നബിയേ. ഫാത്തിമ ബീവി പഠിപ്പിച്ച തൗഹീദാണിത്. സഹോദരന്മാര് ചിന്തിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പറയുന്നു, ലോകത്ത് ഭൂമിയിൽ കാൽപാദങ്ങൾ ചവിട്ടിയവരിൽ വെച്ച് അത്യുത്തമരായ നബിയേ. എന്നിട്ട് റസൂലിനെ വിളിച്ച് ചോദിക്കുന്നത് എന്താ? ബിഹഖീക കുല്ലി ഫീ മഅദിയ ശാഫിയാ. ആരംഭ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു, കുല്ലി ഫീ മഅദിയ ശാഫിയാ. എന്റെ ആഖിറത്തിൽ തങ്ങൾ എനിക്ക് ശുപാർശ ചെയ്യുന്നവരാവണം നബിയേ. തങ്ങളുടെ ശഫാഅത്ത് എനിക്ക് നൽകണം നബിയേ. ഫഅൻതാഗിയാഫി അമാനി വശിദ്ദതി. എന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്റെ നിർഭയ ഘട്ടങ്ങളിലുമൊക്കെ തന്നെയും എനിക്ക് സഹായിക്കുന്ന എന്റെ തുണയായ നബിയേ, എനിക്ക് തങ്ങൾ ആഖിറത്തിൽ ശഫാഅത്ത് നൽകണേ നബിയേ. ഇത് പറയുന്നത് ആരാണ്? ചോദ്യകർത്താവ് ഉന്നയിച്ച മഹതിയായ ബീവി ഫാത്തിമത്തു സുഹ്റാ. ആരംഭ റസൂലിന്റെ പ്രിയപ്പെട്ട പുത്രിയാണ്, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ആരംഭ റസൂല് പറഞ്ഞിട്ടുള്ള മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്നു. എന്തേ ഇവർക്ക് ശിർക്ക് തിരിഞ്ഞില്ലേ? തൗഹീദ് അറിഞ്ഞില്ലേ? മുജാഹിദ് പറയുന്നത് എന്താ? ഹുസൈൻ സലഫി പറയുന്നത് ഞാൻ കേൾപ്പിച്ച വഫാത്തായ നബിയോട് ശഫാഅത്ത് ചോദിക്കാൻ പാടില്ല. അശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വാഹിലനാ ഇൻ വായാ സയ്യിദി ഖൈറൻ നബി. മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ പറയുന്നു, ചോദിക്കുന്നു. അത് പാടില്ല, അതിന് തെളിവില്ല എന്നാ മുജാഹിദ് പഠിപ്പിക്കണ തൗഹീദ്. കേട്ടോളൂ ഹുസൈൻ സലഫി പറയുന്നത്, വെച്ചുകൊടുക്ക്. എന്ന് നിങ്ങൾ മങ്കൂസമൂരി ചൊല്ലിയിട്ട് വിളിക്കാറുണ്ടല്ലോ റസൂലുള്ളാഹിനെ. അങ്ങനെ റസൂലുള്ളാഹിനെ നിങ്ങൾ വിളിക്കാറില്ലേ? ആ വിളിക്ക് ഇസ്ലാമിൽ രേഖയില്ല. രേഖയില്ല. എന്നാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആരംഭ റസൂലിനെ വിളിച്ച് തേടുന്നു. എന്ത്? നബിയേ ബിഹഖീക കുല്ലി ഫീ മഅദിയ ശാഫിയൻ. നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യുന്നവനാവണം നബിയേ. ഫാത്തിമ ബീവിക്ക് അറിയാത്ത തൗഹീദല്ലേ മുജാഹിദ് പഠിപ്പിക്കുന്നത്? ഇമാമുകൾക്ക് അറിയാത്ത തൗഹീദല്ലേ പഠിപ്പിക്കുന്നത്? ഇവരൊക്കെ പറയുന്നത് ശഫാഅത്ത് തേടൽ സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്നാണ്. അപ്പൊ മുജാഹിദ് പഠിപ്പിക്കണ ഈ തൗഹീദ് ഇസ്ലാമികമല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്ന് പറഞ്ഞത് അത് ഏത് ഹദീസാണെന്ന് വ്യക്തമാക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം അതാണ് തീരുമാനിക്കുക. ആദ്യം ഇതാണ് കൊടുത്ത അപ്പൊ തെരപ്പത്തിൽ വരാം. ഒരൊറ്റ മിനിറ്റ്. എന്നാ പിന്നെ ഓരോന്ന് പറഞ്ഞ തീരുമാനമായാലേ നമ്മൾ വിഷയം വേറെ തീരുമാനമാവും. അതിൽ നമുക്ക് നോക്കാറില്ല. അങ്ങനെയല്ല അതിന്റെ സംഗതി. കയ്യിൽ തന്നിട്ടല്ലാത്ത പരിപാടിയില്ല. ഞങ്ങളുടെ പ്രശ്നം ഇതാണ്. മുജാഹിദ് മൗലവി പറഞ്ഞ മാതിരിയല്ല. അത് അതിന്റെ ഇടയ്ക്ക് കാണിച്ചു തരാം. മുജാഹിദിന്റെ നേതാവ് പറയുന്നത് എന്താണ്? അല്ല, ഞങ്ങള് കാണിച്ചു തരും, കയ്യിൽ തരൂരാന്നാ. ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. ഞങ്ങൾ കയ്യിൽ തരും ചെയ്യും, കാണിച്ചു തരും ചെയ്യും. ഇതാ കൊടുക്ക് 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 ബിസ്മില്ലാ. കൊടുക്ക് 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 വായിച്ച് നോക്കിയിട്ട് അതിൽ ശരിയല്ലെങ്കിൽ പറയണം. നിങ്ങൾ നോക്കിക്കോളി. മൈക്ക കൊടുക്ക് മൈക്ക കൊടുക്ക് മൈക്ക കൊടുക്ക്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ല മനസ്സിലാക്കൽ പിന്നെ അതിലുണ്ടോ, ആ വായിച്ചത് അതിലുണ്ടോ ഇല്ലേന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മനസ്സിലാക്കലും വാഴന്ന് പറഞ്ഞൊക്കെ പിന്നാക്കാം. നിങ്ങൾക്ക് നല്ലോണം പ്രസംഗിക്കാൻ കഴിഞ്ഞ് എനിക്കറിയാം, ഞങ്ങൾക്ക് നിങ്ങളിലേറെ പ്രസംഗിക്കാൻ കഴിഞ്ഞ് നിങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല, വിഷയം തീരുമാനമാവണം. അത് ആ കിതാബിൽ ഉണ്ടോ ഇല്ലേ നോക്ക്, ഉറപ്പുവരുത്തോടുത്ത് കൊടുക്കും കൊടുക്കും.
അതിനെക്കുറിച്ച് പറയാൻ ആ കിതാബ് നോക്കി പറയും, വേറെ പ്രസംഗം അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയും പ്രസംഗിക്കാം, അതിന് കുഴപ്പമില്ല, എത്രയും പ്രസംഗിക്കാം. അവസാനിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഞങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ട് തന്നെ മറുപടി വന്നത്. ഇത് മുഖാമുഖമാണ്. മുഖാമുഖം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ അവിടുന്ന് ചോദിക്കുന്നത് ഇങ്ങോട്ട് മറുപടി പറയും. ജനങ്ങളെ പൊട്ടീസാക്കുന്ന പരിപാടി ആരാ പൊട്ടീസാകുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് വ്യക്തത. അതൊക്കെ അവസാനത്തെ ഷീറ്റാണ്, കുടുങ്ങണ നേരത്തെ ഇരിക്കുന്ന ഷീറ്റാണ്. അതൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് അറിയാതെ എടുക്കാൻ പോണത്. അതിനൊന്നും വിടൂലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അതാണ് ആ കിതാബ് നോക്കിയിട്ട് അതിലെല്ലാം ഞാൻ പറയില്ല. കിതാബ് കണ്ടിട്ട് പറയൂ. ബുഖാരിയിലുള്ള നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂലല്ലോ. കാരണം ഇബ്നുൽ മുൻകദിർ തങ്ങള് അള്ളാന്റെ റസൂലിന്റെ ജാറത്തിങ്കലിൽ പോയി സഹായം തേടിയ ഇബ്നുൽ മുൻകദിറിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച ഇമാം ബുഖാരി നിങ്ങളെങ്ങനെ സ്വീകരിക്കും? നിങ്ങൾക്ക് മുസ്ലിം ലോകത്തുള്ള ഒരാളുടെ ഹദീസും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ആ കാണിച്ച കിതാബിലുണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. നിങ്ങൾ ഈ ആളുകളെ വട്ടം കറക്കിയിട്ട് മുസ്ലിങ്ങളെ മുസ്ലിം കാഫിറുമാക്കുന്ന ഈ പ്രവണത ഉണ്ടല്ലോ, അത് ഇനി ഞങ്ങൾ ഈ അധിക കാലം ഞങ്ങൾ കേരളത്തിലെ ഉത്ബുദ്ധ ജനത ഇവിടെ തിരിച്ചറിവ് നേടിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ദുഷിച്ച തൗഹീദ് ഞങ്ങൾ ഇവിടെ കുഴിച്ചുകൂടുക തന്നെ ചെയ്യും. നടക്കൂല കുട്ടി, നടക്കൂല. പൂർവീകർ പഠിപ്പിച്ച തൗഹീദ് ആ തൗഹീദിന് വിരുദ്ധമായി നിങ്ങൾ ഈ കുറെ കാലമായി മുസ്ലിമീങ്ങളെ പറ്റിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളെ നിങ്ങൾ ഈ പുകമറ സൃഷ്ടിച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ നടക്കുകയില്ല. ഞങ്ങൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കും. ഞങ്ങള് തൗഹീദിന് വിരുദ്ധമായി പൂർവീകർ പഠിപ്പിച്ച തൗഹീദ് അതിനെതിരിൽ സഹോദരന്മാരെ അതിനാ ഞാൻ കിതാബ് തന്നത്. അതിന്റെ ആ പേരിൽ രക്ഷപ്പെടാൻ നിങ്ങൾ അനുവദിക്കില്ല. അതല്ലേ രസം. നിങ്ങൾ ഈ കുറെ കാലമായി മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കി ജീവിക്കാൻ തുടങ്ങിയിട്ട് കാഫിറാക്കൽ പറഞ്ഞപ്പോൾ ഞങ്ങളോട് കാഫിറാക്കുക. നമ്മളെ ആളുകളൊന്നും പറഞ്ഞത് ഒന്നുമില്ല. ഇതൊക്കെ സാധാരണ ഇതൊക്കെ അവസാന നേരത്തിൻ്റെ കുടുങ്ങൽ. അതൊക്കെ നമുക്ക് അനുഭവമല്ലേ. മുഖാമുഖം 360 ചെല്ലാനായി പല്ലാന ദിവസം കൂടി നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഈ ജാതി പല ആളുകളും ഞങ്ങൾ കണ്ടതാണ്. അവസാനം ഗതിമുട്ടുക നേരത്ത് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സഹോദരന്മാരെ, ജാറങ്ങളിൽ പോയിട്ട് മഹാത്മാക്കളെ മക്ബറയിൽ പോയി തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്ന ഈ ആചാരം ഇല്ല. പ്രമാണങ്ങളുടെ പിൻബലമില്ല. ആയത്തിൽ പറഞ്ഞിട്ടില്ല, ഹദീസിൽ പറഞ്ഞിട്ടില്ല. മൗലവിമാരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു, എന്നിട്ട് പകരം ഈ കുഞ്ഞാടുകൾക്ക് പകർന്നു കൊടുക്കുന്നു. അവരണ്ണാക്കു തുറോത വിഴുങ്ങുന്നു. ഇതല്ലാതെ പ്രമാണവുമായോ ഇസ്ലാമുമായോ ഇതിന് ബന്ധമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മുഖാമുഖ വേദിയിലിരിക്കുന്ന ബഹുമാനി പണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ ആളുകൾ മുഖാമുഖത്തിന് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറബിയിൽ വലിയ വിജ്ഞാനമൊന്നും ഉള്ളവരായിരിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞങ്ങൾക്കറിയേണ്ടത്, നിങ്ങൾ ഓടി വെച്ച ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ വന്ന് ചോദിച്ചെന്ന് നിങ്ങൾ പറഞ്ഞ ആ ഹദീസ് ഏത് ഹദീസാണ്? അത് ഏത് ബുഖാരിയാണോ മുസ്ലിമാണോ ഏതാണ് നിങ്ങൾ പറയുന്നതിന് മടിച്ചിട്ട് മറിച്ച് തിരിച്ച് അറബിയിൽ ഇങ്ങോട്ടുണ്ടോ? ഇപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷ് അധ്യാപകനാണ്, ഞാൻ കുറെ ഇംഗ്ലീഷ് അങ്ങോട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? അറബി നിങ്ങൾക്കറിയാം, നിങ്ങൾ അറബി പണ്ഡിതന്മാരാ, ഇല്ല ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്കറിയേണ്ടത്, നിങ്ങൾ ഈ പറഞ്ഞത് ഹദീസാണോ? ഹദീസാണെങ്കിൽ ഏതാണ് ആ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കുക. അതാണ് അറിയേണ്ടത്. അല്ല ഞങ്ങളുടെ പാണ്ഡിത്യത്തെ അളക്കാനുള്ള വേദിയല്ല ഇത്. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തിരിയുടെ അറബിയാണ്, അറബി തീരാം. പിന്നെ ഇപ്പൊ ഞാൻ ഹദീസ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ആ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. ഞങ്ങളെ ഹദീസിൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അധ്യാപകനാണ് നിങ്ങൾ. അതന്നെ നിങ്ങൾക്കുള്ള തകരാറ്. നിങ്ങൾ ഖുർആനും സുന്നത്തും പഠിച്ചിട്ടില്ല എന്നാണ് ഞാനും പറഞ്ഞത്. അപ്പൊ പഠിച്ച ഇമാമുകൾ പറയുന്നത് അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുഖാമുഖം തുടങ്ങിയ നേരത്തിന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചതല്ല, നിങ്ങൾ വിലയിരുത്തണം. അയാൾ നിങ്ങളൊരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇത് പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ള വേദിയാണ്. സൗഹൃദമായി ചോദിച്ചു, സൗഹൃദമായി മറുപടിയും പറഞ്ഞു. എന്തൊരു സൗഖ്യത്തിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ എവിടുന്ന് ഇത് ലൈന് മാറിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളല്ല ചോദിച്ചത്, ഈ മൗലവിയാണ് അത് പറഞ്ഞത്. എന്ത്? അയാൾ ഇങ്ങനെ വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ വന്നു. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബേജാറാണ്ട, ഇടയ്ക്ക് തുള്ളലുണ്ടാവും, ഞങ്ങൾക്കറിയാം. അതിനൊന്നും ബേജാറില്ല. അതായത് ഇവിടെ നല്ല സൗഹാർദ്ദത്തിന് ഇങ്ങനെ പോരുന്നു അല്ലേ? അപ്പൊ എന്താണ് വിഷയം? ഇസ്ലാമി മാസികയിൽ ഇങ്ങനെ വെല്ലുവിളിച്ചു മുജാഹിദ് 10 മക്ബറയിൽ തെളിയിച്ചു തരാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അതിന് നിങ്ങൾ ഇയാൾ ആവേശത്തിൽ വന്ന് നിങ്ങളെ ഇസ്ലാമി മാസിക ഞങ്ങളതിന് മറുപടി പറഞ്ഞു നിങ്ങൾ വായിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടാ. അപ്പോഴാ ഞാനൊന്നാണ് കേൾപ്പിച്ചു തരാ. നിങ്ങളെ ഇസ്ലാമി മാസികയിൽ പറഞ്ഞതെന്താ?
അപ്പോഴാണ് നിങ്ങൾ നമ്മളെക്കാ കടത്തി വെട്ടിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പറഞ്ഞത് മറുപടി ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ മറുപടിയെ കൂടി ക്രോസ് ചെയ്യുന്ന മഹാപണ്ഡിതരായി നിങ്ങൾ ചമയുകയാണ് അല്ലേ? അവിടുന്നാണല്ലോ ഈ ചർച്ച തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ നിങ്ങൾ പാണ്ഡിത്യം ചമയണ്ട, ഷാഫി ഇമാമിനേക്കാളും നിങ്ങൾ വലുതാകണ്ട, ഇമാം ഇബ്നുൽ മുൻകദിറിനേക്കാളും വലുതാകണ്ട, നവവി ഇമാമിനേക്കാളും വലുതാകണ്ട, റസാലി ഇമാമിനേക്കാളും വലുതാകണ്ട. അവരൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയാം അത് ഞങ്ങൾക്ക് സാധാരണക്കാരായ ഞങ്ങൾക്കിത് അറിയാം. നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതിപ്പോ തോന്നണ്ടല്ലോ, ആദ്യം തോന്നേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്കിത് അറിയില്ല എന്നേ ഞങ്ങളും പറയുന്നത്. നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും അറിയില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനുള്ള എല്ലാ മുജാഹിദുകളെയും അവസ്ഥ അങ്ങനെയാണ്. ഈ വിവരമില്ലാത്ത ജാഹിലുകളായ മൗലവിമാര് നടത്തുന്ന ദുർവ്യാഖ്യാനം, ആ മുഖത്തിന്റെ കീഴിലാണ് നിങ്ങൾ സാധുക്കളെ നിങ്ങളൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ളത്. ഇമാം ഷാഫിയെ പോലത്തെ പണ്ഡിതന്മാർ, ഇമാം നവവിയെ പോലത്തെ പണ്ഡിതന്മാർ, ഇമാം അബൂ ഹനീഫയെ പോലുള്ള പണ്ഡിതന്മാർ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലുള്ള പണ്ഡിതന്മാർ, അവരൊക്കെയാണ് ഇപ്രകാരം ചെയ്യുന്നത്. അവരൊക്കെയാണ് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ പേർക്ക് വയ്യ. പിന്നെ ഇസ്ലാമി മാസിക എഴുതിയത് അംഗീകരിക്കും വേണം. ഇത് മുസ്ലിങ്ങളോട് പറയാൻ പറ്റുമോ? വിവരമില്ലാത്ത ഈ ജാഹിലായ മൗലവി എഴുതിയത് അംഗീകരിക്കണമെന്നും ഇമാമുൽ അഇമ്മ ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാം ഷാഫി റളിയല്ലാഹു എന്ന് പറഞ്ഞത് അംഗീകരിക്കുകയില്ലാന്നും, ആ ഷാഫി ഇമാം പറഞ്ഞത് ചെയ്തത് അംഗീകരിക്കാൻ പറ്റും. അത് തൗഹീദിനെതിരെ തന്നെ, അത് ശിർക്കന്നെ. നിങ്ങൾ എന്തൊരു വിഡ്ഢിത്താണ്. എന്നിട്ട് പറയാം ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനല്ലേ. അത് ചോദിക്കുമ്പോൾ ഓർമ്മ വേണ്ടിയിരുന്നു, ഞങ്ങളെ ക്രോസ് ചെയ്യുമ്പോൾ അത് ഓർമ്മ വേണ്ടിയിരുന്നു. അതില്ലാതെ ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വിഷയങ്ങളുടെ നിജസ്ഥിതി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വരുന്നുണ്ട്. മൗലവിമാരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, മറ്റ് പ്രമാണം അറിയില്ല. മൗലവിമാർ കൊടുക്കുന്ന തുണ്ടം കഷ്ണങ്ങളല്ലാതെ അവർക്കൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക എന്നല്ലാതെ ക്രോസ് ചെയ്ത് ഞങ്ങളെ തൗഹീദ് ശരിയാണെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ നിൽക്കണ്ട. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പൊ ഈ സംഭവിച്ചതുപോലൊക്കെ നിങ്ങൾക്ക് വിവരമില്ലാന്ന് നിങ്ങൾ തന്നെ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് വിഷയങ്ങൾ നിജസ്ഥിതി മനസ്സിലാക്കണം എന്നാണ്